أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറത്തുൽ ഹുമസ വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസ. വൈലുൻ എന്ന് പറഞ്ഞാൽ നാശമാണ്. ലികുല്ലി ഹുമസത്തിൻ എല്ലാ ആക്ഷേപിക്കുന്നവർക്കും, ലുമസത്തിൻ എല്ലാ കുറവാക്കുന്നവർക്കും. അപ്പോൾ എല്ലാ കുത്തിപ്പറയുന്നവർ, അതായത് കുറവാക്കി ദുഷിച്ച് പറയുന്നവർ, അങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും നാശം എന്നാണ്. ആക്ഷേപിക്കുകയും നമീമത്ത് പറയുകയും ചെയ്യുന്ന എല്ലാ ആളുകൾക്കും നാശം. അതായത് അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, അതായത് ധനം ശേഖരിക്കുകയും അതിനെ എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവൻ. അല്ലദീ അതായത് ഒരുത്തൻ, ജമഅ അവൻ ഒരുമിച്ച് കൂട്ടും, മാലൻ സമ്പത്ത് ശേഖരിക്കുന്നു, വഅദ്ദദഹു എന്നിട്ട് അത് എണ്ണി കണക്കാക്കിക്കൊണ്ടിരിക്കുന്നു. യഹ്സബു അവൻ വിചാരിക്കുന്നു, അന്ന മാലഹു അഖ്ലദ അവൻ്റെ സമ്പത്ത് അവനെ നിത്യമാക്കുമെന്ന്, അവനെ സ്ഥിരവാസിയാക്കുമെന്ന് അവൻ വിചാരിക്കുന്നു. അല്ലേ? യഹ്സബു അവൻ വിചാരിക്കുന്നു, അന്നമാലഹു അവൻ്റെ ധനം, അഖ്ലദഹു അവനെ ശാശ്വതനാക്കിയിരിക്കുന്നു എന്ന് അവൻ വിചാരിക്കുന്നു. കല്ല കാര്യം അങ്ങനെയല്ല, കല്ല കാര്യം അങ്ങനെയല്ല, വേണ്ട എന്നൊക്കെ അർത്ഥം. ലയുംബതന്ന അവനെ എറിയപ്പെടും, ഇടപെടും. ഫിൽ ഹുത്വമതി ഹുത്വമയിൽ അവൻ എറിയപ്പെടുന്നതാണ്. ഹുത്വമയിൽ എറിയപ്പെടും. എന്താണ് ഹുത്തമ? ശേഷം പറയുന്നു, വമാ അദ്റാകമൽ ഹുത്തമ. ഹുത്തമ എന്നാൽ എന്താണ് എന്ന് അങ്ങേക്കറിയാം, നിനക്കറിയാം. എന്താണത്? ഹുത്തമ എന്നാൽ നാറുല്ലാഹിൽ മൂഖദ, അള്ളാഹുവിൻ്റെ കത്തിക്കപ്പെടുന്ന തീയാണത്. അള്ളാഹുവിൻ്റെ അഗ്നിയാണത്. അൽ മൂഖദത്ത് കത്തിക്കപ്പെടുന്ന തീയാണത്. അല്ലത്തി അതായത് അല്ലത്തി എങ്ങനത്തെ തീയാണ്? തത്വലിഉ അത് കയറിച്ചെല്ലും, അലൽ അഫ്ഇദത്തി ഹൃദയങ്ങളിൽ, അതായത് ഹൃദയം വരെ അത് എന്ത് ചെയ്യും? ഹൃദയം വരെ അത് കയറി ചെല്ലുന്നതാണ് ആ തീ. ഇന്നഹ അലൈഹിം മുഅസ്സദ നിശ്ചയം അത് അവരുടെ മേൽ അടച്ചു മൂടപ്പെടുന്നതാണ്. ഇന്നഹ നിശ്ചയമായും അത് അലൈഹിം അവരുടെ മേൽ മുഅസ്സദതൻ അടച്ചു മൂടപ്പെട്ടതായിരിക്കും. ഇന്നഹ അലൈഹിം മുഅസ്സദ ഫീ അമദിൻ മുമദ്ദദ നീട്ടിയുണ്ടാക്കപ്പെട്ട തൂണുകളിലായിക്കൊണ്ട്, ചില തൂണുകളിലായിട്ട് നീട്ടപ്പെട്ട, അതായത് വലിയ തൂണുകളിലായിട്ട്. അപ്പം ഇൻഷാ അല്ലാഹ് ഇനി അതിൻ്റെ വ്യാഖ്യാനമാണ് തഫ്സീറുർ റാസിയിലാണ്. നമുക്കൊന്ന് പരിശോധിക്കാം. സൂറത്തുൽ ഹുമസ 9 ആയാത്തിൻ 9 ആയത്തുകളുണ്ട് സൂറത്തുൽ ഹുമസ. അത് മക്കിയാണ്, ഹിജറക്ക് മുമ്പ് അവതരിപ്പിച്ചതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, അതായത് ഫീ മസായിലു അതിൽ ഈ പറഞ്ഞതിൽ ചില മസാലകളുണ്ട്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ എന്ന് പറഞ്ഞു, നാശമാണ് ലിക്കുൽ എല്ലാ ഹുമസത്തിനും, എല്ലാ ലാമിസിനും എല്ലാ ഹാമിസിനും നാശമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അവ അൽ മസലത്തുൽ ഒന്നാമത്തെ മസല അൽ വൈലു എന്ന് വെച്ചാൽ ലഫ്സു ദമ്മി, അത് ആക്ഷേപത്തിൻ്റെ പദമാണ്, നാശം എന്നർത്ഥം. വസുഖ്ത് ദേശത്തിൻ്റെ പദമാണ്. വഹിയ കലിമത്ത് കുല്ലു മക്രൂബിൻ എല്ലാ മക്രൂബിനുള്ള കലിമത്താണ്. യതവല്ലൗന ഫയദുഉ ബിൽ വൈലി. ഫാസ്ലുഹു വൈ എന്നാണ് വൈലി ഫുലാനിൻ എന്ന സുമ്മ കസ്റത്ത് ഫി കലാമി ഫൗസ്ലത്ത് ബില്ലാമി. അപ്പോൾ ഒരു കലാമിൽ പ്രയോഗം അധികരിച്ചപ്പോൾ അതിനോട് കൂടി ലാമും കൂടി ചേർത്തതാണ്. അങ്ങനെ വൈലെന്ന് പറഞ്ഞതാണ്. വറുബിയ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്നഹു ജബലം ഫി ജഹന്നം, അത് നരകത്തിലുള്ളൊരു പർവ്വതമാണെന്ന് റിവായത്തുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടുന്നു. ഈ കയ്യില ചോദിക്കപ്പെടല്ലേ ലിമകാല ഹൗന ഇവിടെ എന്തുകൊണ്ട് വൈലുൻ എന്ന് പറഞ്ഞ്, ഒഫി മൗലീൻ ആഖറ വലക്കുമുൽ വൈലു എന്ന് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, അംബിയായിൽ 18-ാമത്തെ ആയത്ത്. കുൽന അതിന് മറുപടി നമ്മൾ പറയും, എന്ന സമ്മ അവിടെ കാലു അവർ പറഞ്ഞല്ലോ, യാ വൈലന ഇന്നാ കുന്നാ ളാലിമീൻ ഞങ്ങളുടെ നാശമേ, ഇന്നാ കുന്നാ ളാലിമീൻ തീർച്ചയായും ഞങ്ങൾ അക്രമികളായി എന്ന് യാ വൈലന എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഫഖാല അപ്പോൾ അള്ളാഹ് പറഞ്ഞു, വലക്കുമുൽ വൈൽ നിങ്ങൾക്കാണ് അൽ വൈൽ നാശം. വഹാവുന ഇവിടെ നെക്കർ അത് നെക്കിറയാക്കി പറഞ്ഞില്ലേ, അൻഹുലായ അലമു കുൻഹു
അതിൻ്റെ കുൻഹ് അറിയില്ല. ഇല്ലല്ലാഹു, അള്ളാഹുവിനല്ലാതെ അറിയില്ല. അതെങ്ങനെയാണ് ആ വൈലെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നെക്കിരയാക്കി പറഞ്ഞത്. വഖീല പറയപ്പെട്ടു, ഫി വൈലിൽ പറയപ്പെട്ടിട്ടുണ്ട്, ഇന്നഹ കലിമത്തു തഖ്ബീഹാണ്, അതൊരു തഖ്ബീഹ് മോശമാക്കുന്ന കലിമത്താണ്. വൈസൻ ഇസ്തിസ്ഖാറാണ്, ചെറുതാക്കി കാണിക്കുക വൈസ് എന്നത്. വൈഹ എന്നതോ തറഹുമിൻ്റെ പദമാണ്. വൈഹ എന്നൊക്കെ പറയും, വൈഹൻ എന്ന് പറയുന്നത് തറഹും കാരുണ്യത്തിൻ്റെ പദമാണ്. അപ്പോൾ എന്താണ് വൈല്, വൈസ്, വൈഹ്. ഫനബ്ബഹ ബിഹാദ അലാ ഖുബി ഹാദൽ ഫീൽ. അപ്പോൾ ഈ പ്രവൃത്തി മോശമാണെന്നതിനെ അറിയിക്കാൻ വേണ്ടി അപ്പോൾ ഇത് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഉണർത്തി അലാ ഖുബി ഹാദൽ ഫീൽ, ഈ നാശം, ശേഷം പറയുന്ന കാര്യം മോശമാണ് എന്നറിയിക്കാൻ വേണ്ടി. വഖ്തലഫു ബിൽ വഈദില്ലദീ ഫി ഹാദി സൂറത്തി, ഈ സൂറത്തിലുള്ള വഈദ്, ഭീഷണിയിൽ ഇഖ്തിലാഫുണ്ട്. ആരോടാണിത്? ഹൽ യതനാവലു കുല്ലമൻ യതമസ്സകു ബി ഹാദി തരീഖത്തി ഫിൽ അഫ്ആലി റദിഅ, ഈ എന്താണ് ഇതെല്ലാവരും ഉൾപ്പെടുത്തുന്നുണ്ടോ? മോശമായ പ്രവൃത്തി, ഈ മോശമായ പ്രവൃത്തിയിലുള്ള ഇത് ചെയ്യുന്ന എല്ലാവരെയും ഇത് ഉൾപ്പെടുത്തോ? ഔ ഹു മഖ്സൂസൻ ബി അഖ്വാലി മുഅയ്യിനിൻ, അതല്ല നിർണിതരായ ചില ജനങ്ങളെ കൊണ്ട് പ്രത്യേകമാണോ? അമ്മൽ മുഹഖിഖീങ്ങളായ പണ്ഡിതന്മാർ പറഞ്ഞത്, ഫഖാൽ, അവർ പറഞ്ഞു, ഇന്നഹു ആമുൻ ലി കുല്ലി മൻ യഫ്അലു ഹാദൽ ഫീല, ഈ പ്രവൃത്തി ചെയ്യുന്ന എല്ലാവർക്കും ഇത് ആമാണ്. യഫ്അലു ഹാദൽ കായിനം മൻ കാന വദാലിക ലിഅന്ന ഖുസൂസ് സബബി ലാ യഖ്ദു ഫി ഉമൂമിൽ ലഫ്ളി, കാരണം ഒരു കാരണം, പ്രത്യേക കാരണം ഉണ്ടായെന്ന് വെച്ചുകൊണ്ട് എന്തില്ല, ലാ യഖ്ദു ഫി ഉമൂമിൽ ലഫ്ളി, ലഫ്ള് ആമാകുന്നതിൽ എന്തില്ല, മോശത്തരമില്ല. അപ്പോൾ അങ്ങനെ വരാം. അപ്പോൾ കാരണം ഒരാളിൽ ഇറങ്ങിയെങ്കിലും ലഫ്ള് ചിലപ്പോൾ എന്താകും, അത് ആമായി വരാം, എല്ലാവരും ഉൾപ്പെടുത്താം. കാല ആഖറുന, മറ്റു ചിലർ പറഞ്ഞത്, ഇന്നഹു മുഖ്തസം ബി ഉനാസിൻ മുഅയ്യിനീന, നിർണിത ചില ജനങ്ങളെ കൊണ്ട് ഇത് പ്രത്യേകമാണ്. സുമകാല അത്വാവുൻ വൽ കൽബി പറഞ്ഞു, അത്വാവും കൽബി എന്നവർ പറഞ്ഞു, അസ്ലത്ത് ഫിൽ അഖ്നസ് ബിൻ ശരീഖ്, ഇതിറങ്ങിയത് അഖ്നസ് ബിൻ ശരീഖിലാണ്. കാന യൽമിസു നാസ, ജനങ്ങളെ അദ്ദേഹം ആക്ഷേപിക്കും, വയഖ്താബ്, അവരെ ആക്ഷേപിക്കുമായിരുന്നു. വഹാസത്തൻ റസൂലുള്ളാഹി, പ്രത്യേകിച്ച് റസൂലുള്ളാഹി തങ്ങളെ അദ്ദേഹം ആക്ഷേപിക്കുമായിരുന്നു. വഖാല മുക്കാത്തിൽ പറഞ്ഞു, അസ്ലത്ത് ഫിൽ വലീദ് ബിൻ മുഗീറ, വലീദ് ബിൻ മുഗീറയിലാണ് ഈ സൂറത്ത് ഇറങ്ങിയത്. കാന യഖ്താബുൻ നബിയ മിൻ വറായിഹി, നബിയുടെ പിറകിൽ നിന്ന് അദ്ദേഹം നബിയെ ഗീബത്ത് പറയുകയും, വേത്വന അലൈഹി വജി, നബിയുടെ മുഖത്തിൽ എന്ത് ചെയ്യും, നബിയെ ആക്ഷേപിക്കുകയും ചെയ്യുമായിരുന്നു. നേരെ നോക്കി ആക്ഷേപിക്കുകയും പിറകിൽ നിന്ന് ഗീബത്ത് പറയും. വഖാല മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് പറഞ്ഞു, മാജൽനാ നസ്മഉ അന്ന ഹാദി സൂറത്ത് നസലത്ത് ഫി ഉമയ്യത്ത് ബിൻ ഖലഫ്, ഞങ്ങൾ കേട്ടിരുന്നു ഈ സൂറത്ത് ഉമയ്യത്ത് ബിൻ ഖലഫിലാണ് ഇറങ്ങിയത്. ഖാലൽ ഫറാഖ് പറഞ്ഞു, കൗലുൽ ലഫ്ളി ആമൻ ലാ യുനാഫി അൻ യകൂനൽ മുറാദ് മിൻഹു ശഖ്സ മുഅയ്യന, ഇനി ലഫ്ള് ആമ എന്ന് വെച്ച് ലാ യുനാഫി അൻ യകൂനൽ മുറാദ് മിൻഹു ശഖ്സൻ മുഅയ്യന, അതിനുള്ള മുറാദ് ഒരു നിർണിത വ്യക്തിയാകൽ എന്തല്ല, എതിരല്ല. അങ്ങനെയും പറ്റാം. കമാന ഇൻസാനൻ, ലഫ്ള് ആമായത് ആകൽ ലഫ്ള് ആമായിട്ട് വരും, പക്ഷേ അതുകൊണ്ടുള്ള മുറാദ് ഒരു നിർണിത വ്യക്തിയാകലും എന്തില്ല, അത് എതിരല്ല. കമാന ഇൻസാനൻ, ഒരു മനുഷ്യൻ ഇതാ ലൗഖാല ലക്ക, നിന്നോട് പറയുകയാണ്, ലാ സൂറുക്ക അബദ, ഞാൻ നിന്നെ സന്ദർശിക്കൂല എന്ന് പറഞ്ഞാൽ, അപ്പോൾ തഖൂലു അൻത, അപ്പോൾ നീ പറയും, കുല്ലുമൻ ലം യസുർനി ലാ സൂറു, കുല്ലുമൻ എല്ലാവരും, ലം യസുർനി എന്നെ സന്ദർശിക്കാത്ത എല്ലാവരും, ലാ സൂറു ഞാൻ അവനെ സന്ദർശിക്കൂല എന്ന് പറയില്ല. അപ്പോൾ എല്ലാവരും എന്നല്ലേ പറഞ്ഞു, അവിടെ ആമായിട്ടല്ലേ പറഞ്ഞത്. വാൻത ഇന്നമാ തുരീദുഹു ബിഹാദിൽ ജുംലത്തിൽ ആമ, നീ അവനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ പൊതുവായ ഈ വാക്യം കൊണ്ടിട്ട് നീ ഉദ്ദേശിക്കുന്നത് അവനെയാണ്, നിന്നെ സന്ദർശിക്കൂല എന്ന് പറഞ്ഞവനെയാണ് നീ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയും വരാം. വഹാദാ ഹുവൽ മുസമ്മ ഫി ഉസൂൽ ഫിഖ്ഹി ബി തഖ്സീസിൽ ആമി ബി ഖരിനത്തിൽ ഉർഫി, ഇതാണ് ഉസൂലുൽ ഫിഖ്ഹിൽ പറയാറുണ്ടല്ലോ, ആമിനെ ഖാസാക്കാം ബി ഖരിനത്തിൽ ഉർഫി, ആമായ പദത്തെ ഉറുഫിൻ്റെ കരിനത്ത് കൊണ്ട്, അവിടുത്തെ ആ ഉർഫ്, അവിടെ എന്താണ്, അവിടെ ആ സമയം അവസരം നോക്കിയിട്ട് എന്ത് ചെയ്യുക, അത് ഖാസാക്കാം. അവിടെ ഈ പ്രയോഗം, ആ സംസാരം അങ്ങനെയാണല്ലോ. അപ്പോൾ ആ സമയത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാകും, ആ സ്ഥലത്ത് നിന്ന് മനസ്സിലാകും അതങ്ങനെ ഉദ്ദേശിച്ചത്.
അൽ മസ്അലത്തു സാനിയ, രണ്ടാമത്തെ മസല അൽ ഹംസു എന്ന് വെച്ചാൽ കെസ്റൂന. കാലത്താല ഹമ്മാസിം മഷ എന്ന് പറഞ്ഞില്ലേ. വല്ലമസു അത്തഅനു എന്ന് ആക്ഷേപിക്കുക. വൽ മുറാദു അൽ കെസ്റു മിൻ അറാദിൻ നാസി, ജനങ്ങളുടെ അറാദ് അഭിമാനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക, പൊട്ടിക്കലാണ്. വൽ ഒല്ലു മിൻഹും, അവരെന്ത് ചെയ്യുക, തരം താഴ്ത്തലാണ്. വ തഅനു ഫീഹിം, അവരെ ആക്ഷേപിക്കലാണത്. കാലത്താല വലാ തൽമിസു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ നിങ്ങൾ ആക്ഷേപിക്കരുത്. അപ്പോൾ ബിനാഉ ഫീലിഹി യദുല്ലു അലാ അന്ന ദാലിക ആദത്തുൻ മിൻഹു ആണ്. അപ്പോൾ ഇത് ഫീലിൻ്റെ ബിനാവ് തന്നെ അറിയിക്കുന്നുണ്ട്. അലാ അന്ന ദാലിക ആദത്തുൻ മിൻഹു, അത് അവനിൽ നിന്ന് ആദത്താണ്, പതിവാണ്. ഖദ് ലരിയ ബിഹ, അവന് ഇഷ്ടമുണ്ടാക്കിയെടുത്ത, അവന് ഇഷ്ടമുണ്ടാക്കിയെടുത്ത ഒരു ആദത്തായി മാറിയിട്ടുണ്ടത്. വ നഹൂഹുമ, അത് രണ്ടും പോലെയാണ്. അല്ലു അനത്തു വല്ലുഹക്കത്തു എന്ന് പറയും. ലുഅനത്ത് ആക്ഷേപിക്കുന്നവർ, ലുഹക്കത്ത് പരിഹസിക്കുന്നവർ, ചിരിപ്പിക്കുന്നവർ. വഖുരിയ പറയപ്പെട്ടു വൈലുല്ലിക്കുല്ലി ഹുംസത്തിൻ ലുംസാന്ന്. ഹുമസത്തിൻ മീമിന് ഫത്തഹ് കൊണ്ട്, ഫത്തഹ് കൊണ്ട് നമ്മൾ ഓതിന് സുക്കൂന് കൊണ്ടിട്ട്. വഹിയൽ മസ്ഖറത്തുല്ലത്തി തഅതീബിൽ അവാബിദി വൽ അലാഹിക്കി, അതെന്താണ്, അത് എന്താണ്, കോമാളിത്തരമാണ്. കോമാളി എന്താ, അല്ലത്തി തഅതീബിൽ അവാബിദി വൽ അലാഹിക്കി, വഴിമധ്യയിലേക്ക് ചെയ്യുന്ന. ഫയുദ്ഹക്കു മിൻഹു വയുസ്തമു, അപ്പോൾ അതിനാൽ എന്ത് ചിരിക്കപ്പെടും. അങ്ങനത്തതാണെന്ന് ഹുംസത്ത് എന്ന അർത്ഥത്തിന്. അഹദ് വൽ മുഫസ്സിരിൻ അൽഫാദ്, മുഫസ്സിരിങ്ങൾക്ക് ചില പദങ്ങളുണ്ട്. അഹദ് ഒന്നാമത് ഖാല ഇബ്നു അബ്ബാസ് പറഞ്ഞാൽ ഹുമസത്തു അൽ മുഖ്താബുന്ന്, ആക്ഷേപിക്കുന്നവൻ. വൽ ഹുമസത്തു അൽ അയ്യാബു, അയ്യബത്ത് പറയുന്ന ആൾ. വസാനിയ ഖാല അബൂസൈദ്, രണ്ടാമത്തത് അബൂസൈദ് പറഞ്ഞു അൽ ഹുമസത്തു ബിൽ യദി വൽ ലുമസത്തു ബിൽ ലിസാൻ, കൈ കൊണ്ടാണ് ഹുമസത്ത്, നാവ് കൊണ്ടാണ് ലുമസത്ത്. അപ്പോൾ ഹുമസത്ത് എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് ആക്ഷേപിക്കുക, നാവ് കൊണ്ട് ആക്ഷേപിക്കണം ലുമസത്ത് എന്ന് പറഞ്ഞു. ബസാലിസുഹ അബുൽ ആലിയ, മൂന്നാമത്തെ അബുൽ ആലിയ പറഞ്ഞാൽ ഹുമസത്തു ബിൽ മുവാജഹത്തി വൽ ലുമസത്തു ബിൽ ലഹ്റിൽ ഗൈബി, നേർക്ക് നേരെ ആക്ഷേപിക്കുന്നതിനാണ് ഹുമസത്ത് എന്ന് പറയുക. ലുമസത്ത് എന്ന് വെച്ചാൽ എന്താണ്, അദൃശ്യ ഇല്ലാത്ത സമയത്ത് ആക്ഷേപിക്കലാണ് ലുമസത്ത്. വറാബിയ നാലാമത്തെ ഹുമസത്തു ജഹ്റാണ്. വൽ ലുമസു സിറൻ ബിൽ ഹാജിബി വൽ ഐനി, ഹുമസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ജഹ്റാണ്, പരസ്യമായിട്ട് ആക്ഷേപിക്കുക. ലുമസ് എന്ന് പറഞ്ഞാൽ സിറൻ ബിൽ ഹാജിബി വൽ ഐനി, കണ്ണും അതുപോലെ തന്നെ പിരിയങ്ങൾ കൊണ്ടൊക്കെ എന്ത് ചെയ്യുക, ആക്ഷേപിക്കുക. അതാണ് ലുമസ, കുത്തിപ്പറയ. വഖാമിസു അഞ്ചാമത്തെ അൽ ഹുമസത്തു വൽ ലുമസത്തു അല്ലദി യുഖൽ അൽ ഹുമസത്തു വൽ ലുമസത്തു അല്ലദി യുലഖിബു നാസ ബിമാ യക്റഹൂൻ, ജനങ്ങൾക്ക് പേരിടും. അവർ ജനങ്ങളെ വെറുക്കുന്ന ഒന്നുകൊണ്ട് ജനങ്ങൾക്ക് ലഖബ് ഇടുന്ന ആളുകളാണ്. ജനങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇരട്ടപ്പേരൊക്കെ ഇടൂലേ, അവരാണ്. വക്കാന വാലിദ് ബിൻ മുഗീറ യഫ്അൽ ദാലിക, വാലിദ് മുഗീറ അങ്ങനെ ചെയ്യുമായിരുന്നു. ലാക്കിനോ ലാ യലീഖു ബി മൻസിബി റിയാസ്, ലാക്കിനോ എങ്കിലും അത് ലാ യലീഖു ബി മൻസിബി റിയാസത്തി, അത് നേതൃത്വ അത് യോജിച്ചതല്ല. ഇന്നമാ ദാലിക മിൻ ആദത്തി സുഖാത്തി, അത് വിഡ്ഢികളുടെ പതിവാണത്. അങ്ങനെ വയദുഖുലു ഫീഹി മൻ യുഹാക്കിൻ നാസ, വയദുഖുലു ഫീഹി മൻ യുഹാക്കിൻ, ജനങ്ങളെ ഹിക്കായത്ത് എന്ന ആൾ അവരിൽ കടക്കും. ബി അഖ്വാലിഹിം വഅഫ്ആലിഹിം വഅസ്വാത്തിഹിം, അവരുടെ അവരുടെ വാക്ക് പറയുക, അവരുടെ പ്രവൃത്തി കാണിക്കുക, അവരുടെ ശബ്ദം കാണിക്കുക. ലി അൽഹാക്ക്, ഒരു ചിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അനുകരിക്കുന്ന കോമഡികൾ അല്ലേ, അങ്ങനെ ചെയ്യുന്ന ആളുകൾ, മിമിക്രി ചെയ്യുക, മറ്റുള്ളവരെ അനുകരിച്ച് ചെയ്യുന്ന. വഖദ് ഹക്കൽ ഹക്കമ ഇബ്നു ആസിം പറഞ്ഞു, വഖദ് ഹക്കൽ ഹക്കമ ഇബ്നു ആസ്, ഹക്കമ ഇബ്നു ആസ് ആയിരുന്നു മിശിയത്തൻ നബി, നബിയുടെ മിശിയത്തിനെ ഹിക്കായത്ത് ചെയ്യുമായിരുന്നു. നബിയുടെ നടത്തത്തെ അദ്ദേഹം കാണിക്കും. പനഫാഹു അൻ മദീന, അപ്പോൾ അദ്ദേഹത്തെ മദീനയിൽ നിന്ന് നാട് കടത്തുകയും വലാനഹു, അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും ചെയ്തു. അപ്പോൾ ആറാമത് കാൽ ഹസൻ പറഞ്ഞാൽ ഹുമസത്തുല്ലദി യഹ്മിസു ജലീസഹു യക്സിറു അലൈഹി ഐനഹു, അവൻ്റെ കൂടെ ഇരിക്കുന്ന ആളെന്ത് ചെയ്യും, കണ്ണിങ്ങനെ അടച്ച് കാണിച്ച് പരിഹസിക്കുക. വൽ ലുമസത്തുല്ലദി യദ്കുറു അഹാബി സൂഇ വ യഈബു, ലുമസ എന്ന് പറഞ്ഞാൽ
മോശം സഹോദരനെ പറ്റി മോശം പറയുകയും ആക്ഷേപിക്കുകയും ഗൈബത്ത് പറയുകയും ചെയ്യുന്നവനാണ്, ആക്ഷേപിക്കുകയും ചെയ്യുന്നവനാണ്. സാബിഹു ആറാമത്തെ തന്നെ അബിൽ ജൗസാവിനെ തൊട്ട് കാല അദ്ദേഹം പറഞ്ഞു, കുൽത്തുൽ ഇബിൻ അബ്ബാസിനോട് ഞാൻ ചോദിച്ചു, വൈലുല്ലി കുല്ലു ഹുമസത്തിൽ ലുമസ എന്നതിന് മൻ ഹാവുലായില്ലതിന് യദുമുഹുമുല്ലാഹു ബിൽ വൈലി, അല്ല ഈ വൈല് കൊണ്ട് ആക്ഷേപിച്ചത് ആരെ പറ്റിയാ? ഫക്കാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹുമുൽ മശ്ശാഉന ബിൻ നമീമ, നമീമത്തുമായി ഏഷണിയുമായി നടക്കുന്ന ആളുകളാണവർ. അൽ മുഫരിഖൂന ബൈനൽ അഹിബ്ബ, എന്താണ് സ്നേഹിതന്മാർക്കിടയിൽ വിട്ടുപിരിക്കുന്നവർ, സ്നേഹിതന്മാരെ തമ്മിൽ തെറ്റിക്കുന്നവരാണ്. അന്നായിത്തൂന ലിന്നാസി ബിൽ ഐബി, ഐബ് കൊണ്ട് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുന്നവരാണ്. ഐബിനെ ആക്ഷേപം, മറ്റുള്ള ജനങ്ങളുടെ ആക്ഷേപങ്ങളെ പറഞ്ഞു പരത്തുക, അവരാണ് ഉദ്ദേശം. വാലം നീ അറിയണം, അന്ന ജമിയ ഹാദിൽ വജ്, ഈ മുഴുവൻ വജുഹുകളും, ഈ മുഴുവൻ പറഞ്ഞ ന്യായങ്ങളും മുത്തഖാരിബത്വനാണ്, അത് അടുത്തടുത്ത അഭിപ്രായങ്ങളാണ്, എല്ലാം അർത്ഥം ഏകദേശം അടുത്തതാണ്. റാജിയത്തിന് ലിയാബാസിൻ അസിനും വായിദിൻ, ഒറ്റ അടിസ്ഥാനത്തിലേക്ക് അത് മടങ്ങുന്നുണ്ട്. വഹുവത്തായുനു, അത് ആക്ഷേപമാണ്. വൈൽഹാറുൽ ഐബി, ഐബ് ന്യൂനത വെളിവാക്കലാണ്, മറ്റുള്ളവരെ ന്യൂനത വെളിവാക്കുക, മറ്റുള്ളവരെ കുറ്റം പറയുക, അതാണ് ഇവിടെ ഉദ്ദേശം എന്ന് പറയാം. സുമ്മഹാദാലൽ ഖിസ്മൈനി, ഇത് തന്നെ ഇനി രണ്ട് വിധത്തിലാകാം. ഇമ്മായക്കൂന ബിൽ ജിദ്ദി, ഒന്നുകിൽ അത് അവനിങ്ങനെ അധ്വാനിച്ച് കണ്ടുപിടിക്കുന്നതാകാം. കമായക്കൂൻ ഇന്ദൽ ഹസദി വൽ ഹിഖദി, അസൂയയുടെ സമയത്തുണ്ടാകുന്നത് പോലെ, അസൂയ വെക്കുമ്പോൾ അവൻ സ്വന്തം എന്ത് ചെയ്യുക, അവനോട് അസൂയ വെച്ചുണ്ടാക്കി പറയലാകാം. വൈമായക്കുന ബിൽ ഹാജി, അത് തമാശക്കാകട്ടെ. കമായക്കൂന് ഇന്ദ സുഹ്റത്തി വൽ ഇദ്ഹാക്കി, സുഹ്റത്തിൻ്റെയും ഇദ്ഹാക്കിൻ്റെയും സമയത്തുണ്ടാകുന്നത് പോലെ. അപ്പോൾ അതൊരു എന്ത് ചെയ്യുക, അങ്ങനെ രണ്ട് വിധത്തിലാകാം. പരിഹാസത്തിൻ്റെയും അതുപോലെ തന്നെ കളിയാക്കലിൻ്റെയും സമയത്തുണ്ടാകുന്ന, അങ്ങനെ കാണിക്കുക. വകുല്ലു വാഹിദിൻ മിനൽ ഖിസ്മൈനി, ഇവ ഓരോന്നും രണ്ട് കിസ്മാകാം. ഇമ്മാ യകൂന മിൻ അംറിൻ യതഅല്ലഖു ദീനിനോട് ബന്ധിച്ച കാര്യത്തിലാകാം. വഹുമാ യതഅല്ലഖു ബിസ്സുവരി, അപ്പോൾ ഇത് എന്താ ചെയ്യാം, ചിലപ്പോൾ മാ യതഅല്ലഖു ബിസ്സൂറത്തുമായി ബന്ധിച്ചത്, അവിൽ മാഷി അലി നടത്തവുമായി ബന്ധിച്ചത്, അവിൽ ജുലൂസ് അലി ഇരുത്തവുമായി ബന്ധിച്ചത്. വൻവാഹു കസീറത്തുൻ, അതിൻ്റെ ഇനങ്ങൾ ഒരുപാടുണ്ട്. വഹിയ ഗൈറു മദ്ബൂത്ത്, അത് നമുക്ക് കൃത്യമാക്കാൻ പറ്റാത്തതാണ്. സുമ ഇദ്ഹാറുൽ ഐബി ഫി ആദിൽ അഖ്സാമിൽ അർബ, പിന്നെ എന്താണ് ന്യൂനത വെളിവാക്കൽ ഈ 4 ഓഹരികളിലും. കദിയക്കൂനിൽ ഹാദിരിൻ, അത് ചിലപ്പോൾ ഹാജറുള്ളവനായിരിക്കാം. വക്കദിയക്കൂനിൽ ഗായിബിൻ, ചിലപ്പോൾ ഗായിബിനെ ആയിരിക്കാം. വാല തഖ്ദീറൈനി വക്കദിയക്കൂനി ബിൽ ലഫ്ളി, ഈ 2 തഖ്ദീർ പ്രകാരം ചിലപ്പോൾ ലഫ്ള് കൊണ്ടാകാം. വക്കദിയക്കൂനി ബി ഇശാറത്തി റാസി വൽ ഐനി വഗൈരിഹിമ, തല കൊണ്ടോ കണ്ണുകൊണ്ടോ മറ്റുള്ളതുകൊണ്ടോ സൂചിപ്പിച്ചുകൊണ്ടാകാം. വകുല്ലു ദാലിക, എല്ലാം താഹിലൻ തഹത്തൻ നഹീ വ സജരി, എല്ലാം വിരോധിച്ചതിൻ്റെ താഴെയുള്ളതാണ്. അതായത് എല്ലാം വിരോധനയിൽപ്പെട്ടതാണ്, ഉൾപ്പെടുന്നതാണ് ഈ പറഞ്ഞതെല്ലാം. ഇന്നമൽ ബാസു, നിശ്ചയം ചർച്ച, ഫി അന്ന ലഫ്ള ബി ഹസ്ബിൽ ലുഗത്തി, ലുഗത്തിൻ്റെ പരിഗണന കണ്ട് മൗലൂം വെക്കപ്പെട്ടതാണ്. ലിമാദ, എന്തിനു വേണ്ടിയാണ് വെക്കപ്പെട്ടത് എന്നതിലാണ് ചർച്ച. ഫമാക്കാന ലഫ്ളു മൗലൂവൻ ലഹു കാന മൻഹിയൻ ബി ഹസ്ബിൽ ലഫ്ളി, അപ്പോൾ ഫമാ ഒന്ന് കാന ലഫ്ളു മൗലൂവൻ ലഹു, ലഫ്ള് വെക്കപ്പെട്ട ഒന്ന് കാന മൻഹിയൻ ബി ഹസ്ബിൽ ലഫ്ളി, ലഫ്ളിൻ്റെ പരിഗണന കൊണ്ട് അത് നിരോധിക്കപ്പെട്ടതാകും. ഒമാലം യകുനിൽ ലഫ്ളു മൗലൂവൻ ലഹു കാന ദാഖിലൻ തഹ്തൻ നഹി ബി ഹസ്ബിൽ ഖിയാസിൽ ജലി, ഇനി ലഫ്ള് വെക്കപ്പെട്ടതല്ലാത്തത് കാന ദാഖിലൻ, അതും പ്രവേശിക്കും തഹ്തൻ നഹീൻ്റെ വിരോധനൻ്റെ താഴെ കടക്കും. ബി ഹസ്ബിൽ ഖിയാസിൽ ജലി, വ്യക്തമായ ഖിയാസിൻ്റെ പരിഗണന കൊണ്ടിട്ട് അതും ഈ പറഞ്ഞ ഈ നഹിയിൽ കടക്കും. വലമ്മാ കാന റസൂലു അഅ്ളമന്നാസി മൻസിബൻ ഫി ദീനി, നബിതങ്ങൾ ദീനിൽ സ്ഥാനം ജനങ്ങളിൽ ഏറ്റവും സ്ഥാനമുള്ള ആളായപ്പോൾ കാനത്ത് അവനു ഫി അലീമൻ ഇന്ദല്ലാഹ്, അപ്പോൾ നബിതങ്ങളെ ആക്ഷേപിക്കൽ അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ കുറ്റമായി മാറും. കാനത്ത് അവനു ഫി അലീമൻ ഇന്ദല്ലാഹി ഫലാ ജറമ, അപ്പോൾ നിസ്സംശയം കാലം അള്ളാഹ് പറഞ്ഞില്ലേ, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, എല്ലാ ഹുമസത്തിനും ലുമസത്തിനും നാശം എന്ന് പറഞ്ഞു.
അല്ലതി ജമാ മാലം വാദ്ദത, അല്ലതി ജമാ മാലം മുതൽ ഒരുമിച്ച് കൂട്ടിയിട്ട് എണ്ണി തിട്ടപ്പെടുത്തുന്ന എല്ലാവർക്കും നാശം. സുമ കാലത്താല പിന്നെ അള്ള പറഞ്ഞല്ലോ അല്ലതി ജമാ മാലം വാദ്ദത ഒഫി മസലത്താൻ, അത് രണ്ട് മസലുണ്ട്. അൽ മസലത്തുള്ള ഒന്നാമത്തെ മസല എന്താ? അല്ലതി എന്നുള്ള ബദലം മിൻ കുല്ലിൽ നിന്ന് ബദലാണ് കേട്ടോ. വൈലുല്ലി കുല്ലി എന്ന് പറഞ്ഞല്ലേ, മുഴുവൻ ആളുകൾ, അതായത് അല്ലതി ജമാ മാലം വാദ് അവൻ അസ്ബനാല ദമ്മിഞ്ഞ് നമ്മ് ദമ്മായിട്ട്, അതായത് ഞാൻ ആക്ഷേപിക്കുന്നു അല്ലതി ജമാ മാലം വാദ്ദത, സമ്പത്ത് ഒരുമിച്ച് കൂട്ടി എണ്ണി തിട്ടപ്പെടുത്തുന്നവനെ ഞാൻ ആക്ഷേപിക്കുന്നു എന്നതിലേക്ക് നെസ്ബാക്കി വെക്കാം. വൈനമ വസഫ അള്ളാഹു താല ബിയാദൽ വസ്ഫി, അള്ളാഹു താല ഈ വസ്ഫ് കൊണ്ട് അവർ വിശേഷണം പറഞ്ഞത് ലിയന്നഹു യജ്രി മജ്റ സബബി, അത് സബബിൻ്റെയും വൽ ഇല്ലത്തി ഫിൽ ഹംസി വൽ ലംസി, അത് ലംസും ഹംസിലുള്ള ഇല്ലത്തിൻ്റെയും സബബിൻ്റെയും സ്ഥാനത്ത് സഞ്ചരിച്ചതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരിങ്ങനെ ഹംസ് ചെയ്യാനും ലംസ് ചെയ്യാനുള്ള കാരണം എന്താ? അവരിങ്ങനെ സമ്പത്തുള്ള ആളുകളായതിനു വേണ്ടിയിട്ടാണ്. വഹുവ ഇജാബുഹു ബിമാ ജമാ മിനൽ മാലി, അത് അവൻ്റെ ഇജാബാണ്. ബിമാ ജമാ മിനൽ മാലി, സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയത് കൊണ്ടുള്ള അവൻ്റെ അജബാണ്. എന്തെന്ന് ഇങ്ങനെ അവനെ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. വളന്നു അവൻ്റെ ഭാവനയുമാണത്. അന്നൽ ഫضല ഫീ, അവനിലാണ് ഫضലുള്ളത്. അല്ലെ അജില് താലിക്ക, ധനമുള്ളതിന് വേണ്ടി അവനിലാണ് എന്താണ് ഫضലുള്ളത് എന്ന അവൻ്റെ ഭാവനയുമാണത്. ആ കാരണം കൊണ്ടാണ് അവൻ എങ്ങനെ മറ്റുള്ളവരെ ആക്ഷേപിക്കുകയും കുത്തിപ്പറയുകയും ചെയ്യുന്നത്. ഫയസ്തൻഖിസു ഗൈറഹു, അപ്പോൾ അവൻ എന്ത് ചെയ്യും? മറ്റുള്ളവരെ അവൻ ചെറുതാക്കി കാണും, നാഖിസാക്കും, അവൻ എന്താണ് കൊച്ചാക്കി കാണും. അൽ മസ്അലത്തു സാനിയ, രണ്ടാമത്തെ മസല ഖറ ഹംസ ഓതി വൽ കിസായി ഓതി വബ്നു ആമിർ ഓതി ജമാ എന്ന് ബി തഷ്ദീദാക്കിയിട്ട് ഓതി. ജമാ മാലൻ നമ്മൾ എടുത്ത് ജമാ മാലൻ ഓതിയിട്ടുണ്ട്. വൽ ബാഖൂന ബി തഖ്ഫി, ബാക്കിയുള്ളവരെല്ലാം തഖ്ഫീഫായിട്ട് ജമാ എന്ന് ഓതി. വൽ മാന ഈ ജമ്മയിലുള്ള അർത്ഥം എന്താ? വാഹിദാണ്, മുത്തഖാരിബുമാണ്, അടുത്തടുത്ത അർത്ഥം തന്നെ. പക്ഷെ വൽ ഫർഖു, വ്യത്യാസം അന്ന ജമ്മ എന്നത് ബി തഷ്ദീദ് കൊണ്ട് യുഫീദു അന്നഹു ജമാഅഹു മിൻ ഹാഉന വ ഹാഉന, അവിടെ നിന്നൊക്കെ ഒരുമിച്ച് കൂട്ടി എന്ന അർത്ഥത്തിനാവും. വന്നഹു ലം യജ്മഉ ഫി യൗമി, അവൻ ഒരു ദിവസം ഒരുമിച്ച് കൂട്ടിയതല്ലാന്ന്. വലാഫി യൗമി, 2 ദിവസം ഒരുമിച്ച് കൂട്ടിയത്. വലാഫി ഷഹറിൻ, ഒരു മാസത്തിലോ വലാഫി ഷഹറൈനിലോ അല്ലാന്ന്. ഖാലു, പറയപ്പെടാറുണ്ട് ഫുലാന യുജമ്മിഉൽ അംവാല എന്ന് പറയാറ്. ഐ യജ്മഉഹ മിൻ ഹാഉന വ ഹാഉന, ഇവിടെ നിന്ന് അവിടെ നിന്നൊക്കെ ഒരുമിച്ച് കൂട്ടുകയാണ്. വമ ജമാ ബി തഖ്ഫീഫ് കൊണ്ടുള്ള ജമാ ഫലാ യുഫീദു ദാലിക, ഈ അർത്ഥം കിട്ടൂല. ജമാക്ക് ഈ അർത്ഥം ഉണ്ടാവില്ല, ജമാക്ക് ആ അർത്ഥമുണ്ട്. രണ്ടും അർത്ഥം തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. വമ ഖൗലുഹു മാലൻ എന്ന് പറഞ്ഞല്ലോ, മാല ഒരുമിച്ച് കൂട്ടുക. അപ്പോൾ തങ്കീറാക്കി പറഞ്ഞു, അവിടെ മാലൻ എന്ന് നെക്കരയാക്കി പറഞ്ഞല്ലോ. അതിൽ 2 വജഹുണ്ട്. ഒന്നാമത്തെ യുക്കാല അൽ മാലെന്ന് ഇസ്മുല്ലി കുല്ലി മാഫി ദുനിയാ, ദുനിയാവിലുള്ള എല്ലാത്തിനെ പറ്റി മാലെന്ന് പറയാന്ന. കമാക്കാൽ അൽ മാലു വൽ ബനൂന, മാലും മക്കളും സീനത്തുൽ ഹയാത്ത് ദുനിയ എന്ന് പറയുന്നത്. ഇനി ഇപ്പം മാലുൽ ഇൻസാനിൽ വാഹിദി ബിൻ നിസ്ബത്തില മാലി കുല്ലിൻ അദ്ദുന്യ മാലി കുല്ലി ദുന്യ ഹഖീറൻ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ മുതൽ എന്നുള്ളത് ആ മുഴുവൻ്റെയും മുതലിലേക്ക് ചേർക്കൽ കൊണ്ട്, ദുനിയാവിലെ മുഴുവൻ മുതലും ചേർക്കുമ്പോൾ ഹഖീർ, അത് നിസ്സാരമാണ്. കൈഫലിക്കു ബി അൻ യഫ്തഖിറ ബി ദാലിക്കൽ ഖലീൽ, അപ്പോൾ എങ്ങനെയാണ് അവന് ഈ ചെറിയ മാല് കൊണ്ട് എങ്ങനെയാണ് അവനിക്ക് അഹങ്കരിക്കാൻ കഴിയുക? വസാനി, രണ്ടാമത്തേത് അയ്യക്കൂനൽ മുറാദ് മിൻഹു താലീമാണ്. ഇപ്പോൾ മാലൻ എന്ന് പറഞ്ഞ് തങ്കീറാക്കിയത് താലീമാക്കാൻ വേണ്ടി. ഐ മാലുൻ ബലഗ ഫിൽ ഖുബ്സി വൽ ഫസാദ് അഖ്സൻ നിഹായാത്ത്, അതായത് ഖുബ്സിലും ഫസാദിലും എത്തിച്ച സമ്പത്തുനിന്ന് അങ്ങേയറ്റം ഫസാദിലും ഖുബ്സിലും എത്തിച്ച സമ്പത്ത്. ഫകൈഫ യലീഖു ബിൽ ആഖിരി അൻ യഫ്തഖിറ ബി, അപ്പോൾ എങ്ങനെയാണ് ഒരു ബുദ്ധിയുള്ള ആൾക്ക് എങ്ങനെ അതുകൊണ്ട് എന്ത് ചെയ്യുക, അവന് അഹങ്കരിക്കാൻ കഴിയുക? അമ്മാ കൗലു അദ്ദദഹു ഫി വുജൂഹ്, ഇനി അദ്ദദഹു എന്ന് പറഞ്ഞ് മാലഹു അദ്ദദ എന്ന് പറഞ്ഞാൽ അദ്ദദഹുവിൽ ഒരുപാട് വജുഹുകളുണ്ട്. ഒന്നാമത്തേത് അഹദുഹ അന്നഹു മഅഖൂദ മിനൽ ഉദ്ദയിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ്. വഹിയ ദഖീറ, സൂക്ഷിപ്പ് എന്നുള്ള അർത്ഥത്തിന്. യുഖാലു ആത്തു ഷൈഅ ലി കഥ എന്ന് പറയാറുണ്ട്. ഞാൻ ഒരു കാര്യത്തെ ഇന്നാലിന്നതിന് വേണ്ടി എന്ന് പറയും.
വാത്തഹു ഇത് അംസക്തഹുൽ അതിനുവേണ്ടി നീ അതിനെ പിടിച്ചു വെച്ചാൽ വജാത്തഹു അതിനെ നീ ഒരു സൂക്ഷിപ്പാക്കി വെച്ചാൽ വദഖീറത്തൻ ലി ഹവാദിദ്ദരി കാലം മുസീബത്തുകൾക്ക് വേണ്ടി അതൊരു സൂക്ഷിപ്പായി വെച്ചാൽ പറയാറുണ്ട് ആത്തുഷയലി കഥ എന്ന് പറയാറുണ്ട്. അപ്പോൾ സാനിഹ രണ്ടാമത്തെ അദ്ദദവും ചായി അഹ്സാഹു എണ്ണി തിട്ടപ്പെടുത്താം. അപ്പോൾ ജാ തഷീദുൽ കസ്രത്തിൽ മാദൂദി. അപ്പോൾ അദ്ദദാന്ന് വെച്ചാൽ എണ്ണപ്പെടുന്നത് അധികരിച്ചതിന് വേണ്ടിയിട്ടാണ് തഷ്ദീദാക്കി അദ്ദദ എന്ന് പറഞ്ഞത്. അദദ എന്ന് പറഞ്ഞില്ലല്ലോ. കമാ യുഖാലു ഫുലാൻ യു അദ്ദിദു ഫലായിൽ ഖുർആൻ എന്ന് പറയല്ലോ. ഫുലാനൻ യു അദ്ദിദു അവൻ ഖുർആനിൻ്റെ ഫുലാനിൻ്റെ ഫലായിലുകളെ എണ്ണിപ്പറയുന്നു. ഫലായിൽ എണ്ണിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫലീലത്തുകളുണ്ട്. അതുകൊണ്ട് വലിയ ഹാദ ഇക്കാരണത്തിന് വേണ്ടി കാല ശുദ്ധി പറഞ്ഞു വഅദ്ദദഹുന യഹ്സാഹു അവൻ എണ്ണിക്കണപ്പെടുത്തി. യഖൂൽ ഹാദാലി വഹാദാലി യുൽഹിഹി മാലുഹു ബിൻ നഹാരി. കണ്ട ഹാദാലി ഇതെനിക്കാണ്, വഹാദാലി ഇതെനിക്കാണ്, യുൽഹിഹി മാലുഹു ബിൻ നഹാരി ഫദാജാ ലൈലു കാന യുഖ്ഫിഹി. പകലിൽ അവൻ്റെ മുതലിന് അവൻ എന്ത് ചെയ്യും, അങ്ങനെ അവൻ എണ്ണും. അതുകൊണ്ട് വൈദാജാ ലൈ രാത്രി വന്നാൽ കാന യുഖ്ഫി അവൻ അതിനെന്ത് ചെയ്യും, അവൻ എടുത്തു വെക്കും. വസാലിസുഹ മൂന്നാമത്തെ അദ്ദദഹും ചൈ കസറഹു മാലവും അദ്ദദഹു ഒരുമിച്ച് കൂട്ടി അതിനെ അധികരിപ്പിക്കുക. ഐ കസറഹു യുഖാലു ഫി ബനി ഫുലാനിൻ അദദെന്ന് പറയാറുണ്ട്. ഐ കസറത്തൻ കസറത്തിൻ്റെ അർത്ഥമാണ്. ഇന്നാളുടെ മക്കളിൽ അതതുണ്ട് കസീറ അതതായി കസറത്തുണ്ട് അധിക ആധിക്യമുണ്ടെന്ന്. വഹാദാൻ ഖൗലൻ അഖിറാൻ റാജാല മാനൽ അതതി ഈ പറഞ്ഞ രണ്ട് മാനയും അതതെന്ന അർത്ഥത്തിലേക്ക് മടങ്ങും. വൽ കൗലു സാലിജ മാനൽ ഉദ്ദ മൂന്നാമത് പറഞ്ഞ മൂന്നാമത്തെ കൗല് ഉദ്ദ എന്ന മാനയിലേക്കാണ്. ഉദ്ദ സൂക്ഷിപ്പ് എന്ന മാനയേക്ക. ഖാറാബാദും അതദഹൂന്ന് വരും. ഈ തഖ്ഫീഫ് ഫീ വജ്ഹൻ ഇനി തഖ്ഫീഫായിട്ട് അതദഹൂന്ന് ഓതിയിട്ടുണ്ട്. അല്ലെങ്കിൽ ജമാമാലം അതദഹൂന്ന് അതിൽ രണ്ട് വജുണ്ട്. അത് ഒന്നാമത്തെ യക്കുനൽ മാന ജമാൽ മാല വലബത്ത് അതദഹു അഹ്സാവുന്ന് മാല ഒരുമിച്ച് കൂട്ടി വലബത്ത് അതിൻ്റെ എണ്ണം ക്ലിപ്തമാക്കി എന്ന അർത്ഥത്തിനാണ്. ബസ് രണ്ടാമത് ജമാ മാലഹു അതദ കൗമിഹി ലദീന യൻസുറൂനഹു മിൻ കൗമിക്ക അവൻ മുതലൊരുമിച്ച് കൂട്ടി വാദദ കൗമിഹി അവൻ്റെ കൗമിൻ്റെ എണ്ണത്തെ അല്ലതി യൻസുറൂനഹു അവൻ സഹായിക്കുന്ന അവൻ്റെ ജനതയുടെ എണ്ണത്തെയും അവൻ എന്ത് ചെയ്തു ഒരുമിച്ച് കൂട്ടിയിരുന്നു. ഫുലാനു അദദിൻ വ ഔദദിൻ എന്നൊക്കെ പറയുന്നത് ഇതാക്കാന ലഹു അദദൻ വാഫിറം മിനൽ അൻസ്വാർ സഹായികളിൽ നിന്ന് പൂർണ്ണമായ എണ്ണം ഉണ്ടായ അങ്ങനെ പറയും. വറജുലു മത്താക്കാന കദാലിക കാന അദ്ഖല ഫി തഫാഖുൽ അപ്പോൾ ഒരു മനുഷ്യൻ എപ്പോൾ ഇപ്രകാരമാകുന്നു അവൻ എന്ത് ചെയ്യും ഫഖർ കാണിക്കുക പവർ കാണിക്കുന്നവനായിരിക്കും. യഹ്സബു ഇനി അടുത്തത് യഹ്സബു അവൻ വിചാരിക്കുന്നു അന്ന മാലഹു അഖ്ലദ അവൻ്റെ സമ്പത്ത് അവനെ നിത്യമാക്കുമെന്ന് അവൻ വിചാരിക്കുന്നു. യഹ്സബു അവൻ വിചാരിക്കുന്നു അവൻ്റെ ധനം അവനെ സ്ഥിരവാസിയാക്കുമെന്ന്. കല്ല അപ്പോൾ സുമ്മ വസബഹു തആല ബി ദർബിൻ ആഖറ മിനൽ ജഹലി പിന്നെ അല്ലാഹു തആല അവനെപ്പറ്റി വിശേഷണം പറഞ്ഞു മറ്റൊരു അവൻ്റെ വിവരക്കേടിൻ്റെ മറ്റൊരു ഇനം. ഫഖാല അല്ലാഹു പറയും അയഹ്സബു അവൻ ഭാവിക്കുകയാണ് അന്ന മാലു അവൻ്റെ സമ്പത്ത് അഖ്ലദഹു അവനെ നിത്യമാക്കുമെന്ന്. വാലം നീ അറിയണം അന്ന അഖ്ലദഹു വ ഖല്ലദഹു എന്ന് പറഞ്ഞാലും അഖ്ലദ എന്ന് പറഞ്ഞാലും ബിമാനം വാഹി ഒരർത്ഥം തന്നെയാണ്. സുമ ഫി തഫ്സീരി പിന്നെ തഫ്സീറിൽ പല വജുകളും ഉണ്ട് കേട്ടോ. ഒന്നാമത്തേത് യുഹ്തമലു സാധ്യമാണ് യക്കൂനൽ മാന അർത്ഥമാകാം തൂലൽ മാലി മാലിൻ്റെ തൂല് അമ്മലഹു മാല് നീളൽ അമ്മൽ അവനെ ആഗ്രഹിപ്പിക്കുന്നു. ഹത്ത അസ്ബഹ ലി ഫർത്തി ഗഫലത്തിഹി വ തൂലി അമലിഹി അവൻ്റെ ഗഫലത്തിൻ്റെ ഫർത്തിന് വേണ്ടിയിട്ടും അവൻ്റെ അമല് ആഗ്രഹം നീണ്ടതിന് വേണ്ടിയിട്ടും അവൻ പ്രഭാതമാകുമ്പോൾ യഹ്സബു അവൻ വിചാരിക്കും അന്ന മാലഹു തറക്കഹു അവൻ്റെ സമ്പത്ത് അവനെ ഒഴിവാക്കും അവനെ ഉപേക്ഷിക്കും. ഖാലിദൻ ഫി ദുനിയാലായ മൂത്ത് മരിക്കാതെ ദുനിയാവിൽ നിത്യമാക്കുമെന്ന്. വൈനമാ കാല അഖ്ലദഹു വലം യഖുൽ യുഖല്ലിദു എന്ന് പറഞ്ഞില്ല. അഖ്ലദഹു എന്നല്ല പറഞ്ഞത് യുഖല്ലിദു പറയാതെ ലിഅന്നൽ മുറാദ ഉദ്ദേശം യഹ്സബു ഹാദൽ ഇൻസാൻ ഈ മനുഷ്യൻ വിചാരിക്കും അന്നൽ മാല മിനലഹുൽ ഖുലൂദ അവൻ്റെ സമ്പത്ത് അവന് നിത്യതയെ ഏറ്റെടുത്തിട്ടുണ്ട്. വാഴ്ത്താഹുൽ അമാന മിനൽ മൗത്തി മരണത്തിൽ നിന്നുള്ള നിർഭയത്വം അവൻ നൽകിയിട്ടുണ്ടെന്ന്.
വകാന്നഹു ഹുക്മൻ ഖദ് ഫുസിഅ മിൻഹു. വകാന്നഹു ഹുക്മൻ ഖദ് ഫുസിഅ മിൻഹു. അപ്പോൾ അതൊരു ഹുക്കും വിധി പോലെയായി. ഖദ് ഫുരിഅ മിൻഹു. വലിദാലിക ദക്കറഹു അലൽ മാലി. കാരണം കൊണ്ടാണ് അതിനെന്താണ് മാലി കൊണ്ട് പറയപ്പെട്ടത്. വഖാലൽ ഹസൻ പറഞ്ഞു മാ റഅയ്തു യഖീനൻ ലാ ശക്ക ഫീ അസ്ബാബി ശക്കിൻ ലാ യഖീന ഫീ കൽ മൗത്തി. ഹസൻ എന്നവർ പറഞ്ഞു മാ റഅയ്തു യഖീനൻ, ഒരു ഉറപ്പിനെ ഞാൻ കണ്ടിട്ടില്ല, ലാ ശക്ക ഫീ സംശയമില്ലാത്തൊരു ഉറപ്പ്, അസ്ബാബി ശക്കിൻ വേണ്ട ശക്കിനോട് സാദൃശ്യമായ ശക്കില്ലാത്തൊരു ഉറപ്പിനെ ഞാൻ കണ്ടിട്ടില്ല. ലാ യഖീന ഫീഹി എന്താണ് ബി ശക്കിൻ ലാ യഖീന ഫീഹി കൽ മൗത്തി മരണം പോലെ. അല്ലേ മാ റഅയ്തു യഖീനൻ ലാ ശക്ക ഫീഹി അസ്ബാബി ശക്കിൻ ലാ യഖീന ഫീഹി കൽ മൗത്തി. മരണം പോലെ സംശയമില്ലാത്ത ഒരു ഉറപ്പിനെയും ഞാൻ കണ്ടിട്ടില്ല. വസാനിയ രണ്ടാമത്തെ യഅമലുൽ അഅമാലൽ മുഹ്കമ, അവൻ ഉറപ്പുള്ള ജോലി ചെയ്യും. തശീദിൽ ബുൻയാനി ബിൽ അജുറി വൽ ജിസ്സി, കുമ്മായും മറ്റ് ജിസ്സൊക്കെ കൊണ്ടെന്ത് ചെയ്യും അവൻ കെട്ടിടങ്ങളെ ശക്തിപ്പെടുത്താം. അമലമൻ യളുന്നു അന്നഹു യബ്ഖാ ഹയ്യൻ, ഒരുത്തൻ്റെ ജോലി ജീവനോടെ ശേഷിക്കുമെന്ന് ഭാവിക്കുന്നവന് ജോലി ചെയ്യും. അവർ അജ്ലിഅൻ യുദ്കറ ബി സബ്ഹിഹി ബാദൽ മൗത്തി, അല്ലെങ്കിൽ യുദ്കർ അവന് ഓർമ്മിക്കപ്പെടണം ബി സബ്ഹിഹി അതിൻ്റെ കാരണം കൊണ്ട് ബാദൽ മൗത്തി മരണശേഷം അവൻ ഓർമ്മിക്കപ്പെടേണ്ട കാരണം അല്ലേ അവനെന്ത് ചെയ്യും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. എന്തിനു വേണ്ടി പറഞ്ഞല്ലോ ഹയ്യൻ ഔലി അജ്ലി അമലമേതു യബ്ഖാ ഹയ്യൻ ഔ ബില്ലി അജ്ലി അൻ യുദ്കറ ബി സബ്ബിഹി യാദൽ മൗത്തി. വസാലിസുവ മൂന്നാമത്തെ അഹബ്ബൽ മാലി ഹുബ്ബൻ, അവൻ മാലിനെ ഇഷ്ടപ്പെടും, ശക്തിയായി ഇഷ്ടപ്പെടും. ഹത്താ തഖദ അവൻ വിചാരിക്കും അന്നുവത് ഇൻ കസ മാലി അമൂത്തു, ഇനിൻ തക്കസ മാലി എൻ്റെ മാല് ചുരുങ്ങിയാൽ ഞാൻ മരിച്ചു പോകുമെന്ന് അവൻ വിശ്വസിക്കണം. പതാലിക ഇക്കാരണം കൊണ്ട് യഹ്ഫളുഹു മിനൻ നുഖ്സാനി അത് ചുരുങ്ങാതിരിക്കാൻ വേണ്ടി അവൻ സൂക്ഷിക്കും. യബ്ഖാ ഹയ്യൻ അവൻ മരിക്കാതിരിക്കാൻ വേണ്ടി. വാദാ ഒരു ബഈദ് മിൻ ഇഅ്തിഖാദിൽ ബഖി, ഇത് ബഈദല്ല ഈ പറഞ്ഞത്, ആ പിശുക്കൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഇത് ബഈദല്ല, അവനങ്ങനെയൊക്കെ വിശ്വസിക്കാം. വറാബിഹ നാലാമത്തേത് അന്നഹാദ തഅരിദുൻ ബിൽ അമലി സ്വാലിഹി, ഇത് തഅരീദാണ് ബിൽ സ്വാലിഹായ അമലിനെ വെളിവാക്കലാണ്. വന്നഹു വല്ലദി യുഖല്ലിദു സാഹിബഹു, വന്നഹു ഹുവല്ലദി യുഖല്ലിദു സാഹിബഹു ഫി ദുനിയ ബിദിക്രിൽ ജമീലി വഫിൽ ആഖിറതി ഫി നഈമിൽ മുഖീം. വന്നഹു വല്ലദി അതാണ് യുഖല്ലിദു സാഹിബഹു അതിൻ്റെ സാഹിബിനെ നിത്യമാക്കുന്നത് ഫി ദുനിയാവിൽ ബിദിക്രിൽ ജമീൽ നല്ല സ്മരണ കൊണ്ട്, വഫിൽ ആഖിറതി ഫി നഈമിൽ മുഖീം നിത്യമായ അനുഗ്രഹം കൊണ്ട് ആഖിറത്തിൽ അതിനെ നിത്യമാക്കുന്നത് അല്ലേ നല്ല പ്രവൃത്തിയാണല്ലോ. അപ്പോൾ അതാണ് ഇനി വാമ ഖൗലു തആല കല്ല എന്ന് പറഞ്ഞല്ലോ, കല്ല ഫഫി വജാൻ അത് രണ്ട് വജുണ്ട്. അത് ഒന്നാമത്തേത് അനു റദ് ചെയ്യലാണ്, തടയാണ്. ലഹു അൻ ഉസ്ബാനി അവൻ്റെ ഭാവനെ തടൽ, അങ്ങനെയല്ല. ലൈസൽ അംറു കമാ യളുന്നു അവൻ വിചാരിച്ചതുപോലെയല്ല കാര്യം. അന്നൽ മാല യുഖല്ലിദു എന്ന് അവൻ വിചാരിച്ചല്ലോ അവൻ്റെ സമ്പത്ത് അവനെ നിത്യമാക്കുമെന്ന്. ബലിൽ ഇൽമു വസ്സലാഹു സമ്പത്തല്ല, ബലിൽ ഇൽമും സലാഹുമാണ്, നന്മയും അറിവുമാണ്. വമിൻഹു അതിൽപ്പെട്ട ഖൗലു അലിയ്യിൻ അലൈഹിസ്സലാം പറഞ്ഞു മാത ഹുസ്സാനുൽ മാൽ വഹും അഹ്യാഉൻ വൽ ഉലമാഉ ബാഖൂൻ മാ ബഖിയദ് ദഹ്റു. മാലിനെ സംരക്ഷിച്ചവർ മരണപ്പെട്ടു പോയി. വഹും അഹ്യാഉൻ വൽ ഉലമ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു. വൽ ഉലമാഉ ബാഖൂന മാ ബഖിയദ് ദഹ്റു പണ്ഡിതന്മാരൊക്കെ ശേഷിക്കും കാലം ശേഷിക്കുന്ന കാലത്തോളം, ലോകാവസാനം വരെ പണ്ഡിതന്മാർ ശേഷിക്കും. അപ്പോൾ ഇൽമും നന്മയൊക്കെയാണ് ശേഷിക്കുക. വൽ ഖൗലു സാനി രണ്ടാമത്തെ ഖൗലു മൗലാൻ്റെ മൗന ഹഖൻ ലയുംബദന്ന
വല്ലാമു ഫി ലയുംബതന്ന ജവാബുൽ ഖസമിന് ജവാബാണ്. അൽ മുഖഫദല്ല ദാലിക അല ഹുസൂലി മാനൽ ഖസമി ഫി കല്ല. ഇപ്പോൾ കല്ലയിൽ ഖസമിൻ്റെ അർത്ഥമുണ്ട് അല്ലേ? സത്യമായിട്ടും ലയുംബതന്ന. അപ്പോൾ ആ അർത്ഥം ഖസമിൻ്റെ അർത്ഥം വന്നു. ഖസമിൻ്റെ അർത്ഥം കല്ല എന്നതിൽ ഉണ്ട് എന്നത് അറിയിക്കും. അമ്മാ കൗലു തല അള്ളാഹിൻ്റെ കൗല് ലയുംബതന്ന ഫിൽ ഹുത്തമ എന്ന് പറഞ്ഞത് വമാദറാക്കമൽ ഹുത്തമ എന്ന് പറഞ്ഞല്ലോ. ഫൈനമാ ദക്കറഹു ബിൽ ലഫ്ലിൻ നബദി. നബദ് എന്ന ലഫ്സ് പറഞ്ഞത് അദാലി അലിൽ ഇഹാനത്തി നിസ്സാരമാക്കുന്ന, എറിയുക, ഇടുക എന്ന് പറഞ്ഞല്ലോ. കാരണം ലിഅന്നൽ കാഫിറ കാന യതഖിദു. കാരണം അവിശ്വാസി വിശ്വസിച്ചിരുന്നത് അന്നഹുമിൻ അഹ്ലിൽ കറാമ, അവൻ ആദരവുള്ള അഹ്ലുകാരനാണെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്തത്? നിസാരതയുടെ പരിഹാസത്തിൻ്റെ വാക്കുപയോഗിച്ചത്. വാക്കുരിയ ഓതപ്പെട്ടില്ല. ഈ യുംബദാനിന്ന് ഓതിയിട്ടുണ്ട്. ഈ ഹുവ മാലു, അവനെയും അവൻ്റെ സമ്പത്തിനെയും അറിയപ്പെടും. തസ്നിയായിട്ട് ഓതിയിട്ടുണ്ട്, അതായത് ദിവചനമായിട്ട് ഓതിയിട്ടുണ്ടെന്ന്. വല യുംബദുന്നാന്ന് ഓതിയിട്ടുണ്ട്. ബിലൊമ്മി ദാലിന് ലൊമ്മുകൊണ്ട്. ഈ ഹുവ വ അൻസാറു, അവനെയും അവൻ്റെ സഹായികളെ അറിയപ്പെടുമെന്ന് ജമ്മായിട്ട് ഓതിയിട്ടുണ്ട്. വമൽ ഹുത്തമ എന്നുള്ളത് ഫക്കാല മുബറദിമാൻ പറഞ്ഞു ഇന്നഹൽ നാറുല്ലത്തി തഹത്തിമു കുല്ലമൈൻ വഖാഫിഹ അല്ലേ? മുബറദ് പറഞ്ഞു അത് തീയാണ്. അല്ലത്തി തഹത്തിമു, അതെന്ത് ചെയ്യും? അത് കരിക്കും. അതിൽ വീഴുന്ന എല്ലാവരെയും കരിക്കുന്ന തീയാണ്. റജുലുൻ ഹുത്തമത്ത് ഷദീദുൽ അക്കിലി. ഇനി റജുലുൻ ഹുത്തമത്ത് എന്ന് പറയും ഷദീദുൽ അക്കിലി എന്നാണ്. യഅതി അലാ സാദിൽ ഖൗമി, അക്കില് കൂടിയ ആൾ, ശക്തിയായവൻ. യഅതി അലാ സാദിൽ ഖൗമി, ഖൗമിന് ഒരു ജനതയുടെ സാദിൻ്റെ മേൽ, ഭക്ഷണത്തിൻ്റെ മേൽ അവൻ ചെല്ലും. അപ്പോൾ ഷദീദുൽ അക്കിൽ എന്നർത്ഥം. വാസുലുൽ ഹുത്തം, ഹത്തമിൻ്റെ അർത്ഥം ലോകത്തിൽ കെസർ പൊട്ടിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. ഹത്തമിൻ്റെ അർത്ഥം ഭാഷയിൽ കെസർ പൊട്ടിക്കുക എന്നാണ്. വൈകാലു ഷർറു റിആയി അൽ ഹുത്തമ, ഹുത്തമയാണ് റിആയിൽ ഏറ്റവും ഷെറായത് അൽ ഹുത്തമയാന്ന് പറയാറുണ്ട്. യുഖാലു റായിൻ ഹുത്തമത്തൻ വ ഹുത്തമൻ ബി ഗൈരി ഹാവ് കൂടാതെ. വകഅന്നഹു യഹ്തിമുൽ മാഷിയ ഐ യക്സിറുഹ, മാഷിയത്തിനെ പൊട്ടിക്കും. അതായത് റായിൻ ഇടയൻ, ഹുത്തമത്തൻ എന്ന് പറയും, ഹുത്തമെന്ന് പറയും. ബി ഗൈരി ഹാവ് കൂടാതെ ഹുത്തമെന്നും പറയും. കഅന്നഹു യഹ്തിമുൽ മാഷിയത ഐ യക്സിറുഹ, അതിനെ അടിക്കും. ഇന്ദ സൗഖിഹ, അതിനെ മേക്കുന്ന സമയത്ത് അതിനെ പൊട്ടിക്കും. ലൂൻഫിഹി, വെറുപ്പിന് വേണ്ടി. കാലൽ മുഫസ്സിറൂന പറഞ്ഞു അല്ല ഹുത്തമത്തു ഇസ്മ മിൻ അസ്മാഇന്നാർ, നരകത്തിൻ്റെ ഒരു പേരാണ്. വഹിയ ദർക്കത്തു സാനിയ പിന്നെ ദർക്കാത്തിന, നരകത്തിൻ്റെ എന്താണ് പടികളിൽ നിന്നുള്ള 8ാമത്തെ എന്താണ് പടിയാണത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാവക്കാല മുക്കാദിൽ ഹിയ തഹത്തിമുൽ ഇളാമാണ്, അങ്ങനെയാണ്. അത് എല്ലുകളെ പൊട്ടിക്കുമ്പോൾ തക്കുല്ലുഹും, അതെന്ത് ചെയ്യും? മാംസങ്ങളെ തിന്നുകളയും. ഹത്താ തഹജുമു അലൽ ഖുലൂബി, അങ്ങനെ അത് ഹൃദയങ്ങളുടെ മേൽ വെളിവാകും. ഹൃദയങ്ങളിലേക്ക് എന്ത് ചെയ്യും? അത് വെളിവാകും. വറുബിയാനി നബി, നബിയത്തോട് റിവായത്തിൽപ്പെട്ടു അന്നഹു ഖാൽ, നബി തങ്ങൾ പറഞ്ഞു ഇന്നിൽ മലക്ക ലയഖുദുൽ കാഫിറ, മലക്ക് എന്ത് ചെയ്യും? കാഫിറിനെ പിടിക്കും. ഫയക്സിറു അലാ സുൽബിഹി, അവൻ്റെ സുൽബിൻ്റെ മേലാണ്ട് അവനെ പൊട്ടിക്കും. കമാ തൂലൽ ഹഷബത്ത് അല റുക്കുബത്തി, ഒരു ഹഷബത്ത് ഒരു മരക്കഷ്ണത്തെ അല റുക്കുബത്തിൻ്റെ മേൽ വെക്കുന്നത് പോലെ. ഫത്തുക്സിറു, കണ്ട് അതിനെ പൊട്ടിക്കപ്പെടുമല്ലോ. സുമയുർമാബി പിന്നാരി, പിന്നെ അവനെ നരകത്തിൽ ഇടപെടും എന്ന് നബിതങ്ങളെ തൊട്ട് റിവായത്തുണ്ട്. പിരടിയിൽ വെച്ച് മരക്കമ്പ് പൊട്ടിക്കപ്പെടുന്നത് പോലെ എന്ത് ചെയ്യും? കാഫിറിനെ മലക്ക് പിടിച്ചിട്ട് അവനെ എന്ത് ചെയ്യും? പൊട്ടിക്കും. ഇനി അടുത്ത് വമാദുറാകമൽ ഹുത്തമ, വമാദുറാകമൽ ഹുത്തമ, ഹുത്തമ എന്നാൽ എന്തെന്നാണ് അല്ലേ? വമാദുറാകമൽ ഹുത്തമ നാറുല്ലാഹിൽ മുഖദ അല്ലത്തി തത്വലു അലൽ അഫിദ ഇന്നഹ അലൈഹിം മൂസ. വാലം നേരണം അന്നൽ ഫായിദത്ത ഫീ ദിക്രി ജഹന്നമ ബിഹാദൽ ഇസ്മി ഹൗന ബുജൂൻ. നരകത്തെപ്പറ്റി ഇവിടെ പറഞ്ഞ ഹുത്തമ എന്ന് പറഞ്ഞതിൽ പല ഫായിദകൾ, അതിൻ്റെ ഫായിദ എന്താ? അതിൻ്റെ ഫലം എന്താ?
ആദുഹ അതിന് ഒന്നാമത്തേത് ഇത്തിഹാദു ഫി സൂറത്തി, സൂറത്തിലുള്ള യോജിപ്പാണ്. കാരണം കാന്നവ് തള്ള പറഞ്ഞുകൊണ്ട് യഖൂലു ഇൻകുന്ത ഹുമസത്തൻ ലുമസത്ത്, നീ ഹുമസത്തൻ ലുമസത്ത് ആണെങ്കിൽ ഫവറാക്കൽ ഹുത്തമ, നിൻ്റെ പിറകിൽ ഹുത്തമ എന്ന നരകമുണ്ട്. നീ ആ ജനങ്ങളെ ആക്ഷേപിക്കുന്നവനും കുത്തിപ്പറയുന്നവനുമാണെങ്കിൽ നിൻ്റെ പിന്നിൽ എന്തുണ്ട്, നിനക്കിനി വരാനുണ്ട്, ഹുത്തമ വരാനുണ്ട്. വസാനി രണ്ടാമത്തെ അന്നൽ ഹാമിസ ബി കസി ഐനിൻ ഇല്ല യലഉ ഖദറഹു, ഹംസ് ചെയ്യുന്നവൻ ബി കസി ഐന് പൊട്ടി ഐനിനെ കസ്റാക്കൽ കൊണ്ട് ഹംസ് ചെയ്യുന്ന ആൾ ലയലു ഖദറഹു, അവൻ്റെ ഖദറിനെ അവൻ വെക്കും. ഫയുൽഖി ഫി തഹദീദി ഫയഖൂലു തല, അപ്പോൾ അള്ളാഹ് പറയും വറാക്കൽ ഹുത്തമ, നിൻ്റെ പിറകെ ഹുത്തമയുണ്ട്. അബിൽ ഹത്മി കസ്റുൻ ഫൽ ഹുത്തമത്തു തക്സിറുക, ഹുത്തമ നിന്നെ പൊട്ടിക്കും. അപ്പോൾ തുൽഖിക ഫി ഹദീദി ജഹന്നം, ജഹന്നമിൽ നിന്നെ ഇടും. ലാക്കിനൽ ഹുമസ ലൈസ ഇല്ലൽ കസ്റ ബിൽ ഹാജിബ്, ഹുമസത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈസ ഇല്ലൽ കസ്റല്ലാതെ ഇല്ല, ബിൽ ഹാജിബ് കൊണ്ടുള്ള കസ്റല്ലാതെ ഇല്ല, അതായത് പൊട്ടിക്കലല്ലാതെ. അമൽ ഹുത്തമത്തു ഹുത്തമ ഫൈനഹ തക്സിറു കസ്റൻ ലാ തുബ്ഖി വലാ തദർ, ഹുത്തമ എന്നുള്ളതോ ഫൈനഹ തക്സിറു കസ്റൻ ലാ യുബ്ഖി വലാ തദർ, ശേഷിക്കാത്ത രീതിയിലുള്ള പൊട്ടിക്കലാണത്, പൊട്ടിക്കുന്നത്. അസാലിസു മൂന്നാമത്തേത് അന്നൽ ഹമ്മാസ് അല്ലമ്മാസ, ഹമ്മാസുകളും ലമ്മാസുകളും യഅ്കുൽ ലഹ്മന്ന, ജനങ്ങളുടെ ഇറച്ചിയാണ് തിന്നുന്നത്. വൽ ഹുത്മത്തു, ഹുത്തമ എന്നുള്ള ഐദൻ ഇസ്മലിന്നാരി, നരകത്തിൻ്റെ പേരാണ്. മിൻ ഹൈസു ഇന്നഹാ തഅ്കുൽ ജിൽദ വൽ ലഹ്മ, അത് തൊലിയും തിന്നും ഇറച്ചിയും തിന്നും. വയുംകിനു അൻ യുഖാല, പറയപ്പെടാൻ സാധ്യമാണല്ലോ. ദക്കറ വസ്ഫൈനിൽ ഹമസ വൽ ലുമസ, ലംസിൻ്റെയും ഹംസിൻ്റെയും രണ്ട് വസ്ഫിനെന്ന് പറഞ്ഞു. സുമ്മ ഖാവലഹുമാ ബി ഇസ്മിൻ വാഹിദ്, അള്ളാഹ് ഒന്നുകൊണ്ട് അത് രണ്ടിനും നേരിട്ടു, അല്ലേ? അത് രണ്ടിനും എതിരായിട്ട് എന്താ പറഞ്ഞു? അള്ളാഹ് ഒരു ഇസ്മ ഹുത്തമ എന്ന ഇസ്മല്ല പറഞ്ഞു. വഖാല, അള്ളാഹ് പറഞ്ഞു ഖുദു വാഹിദൻ മിന്നി ബി ഇസ്നൈക മിൻക, നിന്നിൽ നിന്നുള്ള രണ്ടിന് പകരം നീ എന്നിൽ നിന്ന് ഒന്ന് സ്വീകരിക്കുക. ഫൈനോ യഫി വയഫി, അത് നിനക്ക് മതിയാകും. അപ്പോൾ കാന്ന സായില യഖൂൽ, അപ്പോൾ പറയുന്ന ആൾ പറഞ്ഞതുപോലെയുണ്ട്. കൈഫ യഫിൽ വാഹിദു ബിൽ ഇസ്നൈനി, രണ്ടിന് പകരം എങ്ങനെ ഒന്ന് രണ്ടെണ്ണത്തിനോട് യോജിക്കുന്നത് എങ്ങനെയാണ്? ഫഖാല, അപ്പോൾ അള്ളാഹ് പറയാണ് ഇന്നമാ തഖൂലു ഹാദാ ലിഅന്നക ലാ തഅരിഫു ഹാദൽ വാഹിദ ഫലിദാലിക ഖാല വമാ ദറാക മൽ ഹുത്തമ, അല്ലേ? ലിഅന്നക ലാ തഅരിഫു ഹാദൽ വാഹിദ, ഈ വാഹിദിനെ, ഈ ഒന്നിനെ നീ അറിയൂല. ഫലിദാലിക, അക്കാരണത്തിന് വേണ്ടി ഖാല, അള്ളാഹ് പറഞ്ഞു വമാ ദറാക മൽ ഹുത്തമ, എന്താണെന്ന് നിനക്കറിയുമോ? അമ്മാ കൗലു ഹുത്താൽ, അപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്. നീ അമ്മാ കൗലു ഹുത്താൽ, അള്ളാഹിൻ്റെ കൗല് നാറുല്ലാഹി എന്ന് പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ തീയാന്ന് പറഞ്ഞു. അപ്പോൾ നാറിനെ അള്ളാഹിലേക്ക് ചേർത്ത്. ഫൈലാഫത്തു, അപ്പോൾ ഇലാഫത്താകുന്നത് ലി തഫ്ഹീമി, അത് ഗൗരവപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഹിയ നാറുല്ല സായിരി നീറാൻ, അതൊരു തീയാണ്, അത് മറ്റു തീകളെ പോലെയല്ലാന്ന്. അൽ മൂക്കദത്ത് വെച്ചാൽ അല്ലത്തി ലാ തഹ്മദു അബദ, ഒരിക്കലും കെടാത്ത തീ, കത്തിക്കപ്പെടുന്ന തീന്നാണ്. അൽ മൂക്കദത്തു വെച്ചാൽ ബി അംരിഹി ഔ ബി ഖുദ്റത്തിഹിന, അള്ളാഹിൻ്റെ ഖുദ്റത്ത് കൊണ്ട്, അള്ളാഹിൻ്റെ കൽപ്പന കൊണ്ട് കത്തിക്കപ്പെടുന്നത്. വ മിൻഹു ഖൗല അലിയിൻ അലൈഹിസ്സലാം, അതിൽപ്പെട്ടത് അള്ളാഹിൻ്റെ അലി റളിയല്ലാഹുവിൻ്റെ കൗലുണ്ട്. എന്താണ്? അജബൻ മിമ്മൻ യസില്ല അലാ വജിഹിൽ അർളി, ഒരുത്തൻ്റെ കാര്യം വലിയ അത്ഭുതം, യസില്ല അള്ളാഹിനോട് എതിര് കാണിക്കുന്നവനിൽ നിന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. അലാ വജിഹിൽ, ഭൂമിയിൽ വെച്ചുകൊണ്ട് അള്ളാഹിനോട് എന്ത് ചെയ്യുന്നു? എതിര് ചെയ്യുന്നവൻ. വന്നാറു യുസഇറു മിൻ തഹ്തിഹി, നരകം തീ അവൻ്റെ താഴെ നിന്നവനെ കത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനത്തവൻ്റെ കാര്യം വലിയ അത്ഭുതം. വഫിൽ ഹദീസിലുണ്ട് ഊഖിദു അലൈഹ അൽഫസന ഹത്തഹ്മറത്ത്, ഊഖിദ് അലൈഹ, തീ കത്തിക്കപ്പെടും, അൽഫസന നരകം എത്ര 1000 വർഷം, അങ്ങനെ അത് ചുമപ്പ് നിറമാകും. സുമ അൽഫസന, പിന്നെ 1000 വർഷം, ഹത്ത ബിയല്ല, പിന്നെ അത് വെള്ളയാകും. സുമ അൽഫസന, പിന്നെ 1000 വർഷം, ഹത്ത അസ്വദത്ത്, അത് കറുക്കും. ഫയൽ ആന സൗദാവ് മുസ്ലിം, ഇപ്പോൾ അത് കറുത്തിരുണ്ടതാണ്. അമ്മാ കൗലത്ത്, അള്ളാഹിൻ്റെ കൗൽ അല്ലത്തി താത്പര്യം അൽ അഫിദ എന്ന് പറഞ്ഞല്ലോ, അത് ഹൃദയങ്ങളുടെ മേൽ വെളിവാകും എന്ന് പറഞ്ഞാൽ ഫാലെന്ന് അറിയണം. അന്നഹു യുഖാല്, പറയപ്പെടാറുണ്ട്, ത്വലാൽ ജബല,
വെളിവായി, ജബല പർവ്വതത്തിൽ അവൻ വെളിവായി, വത്തല എന്ന് പറയും, വത്തലാലഹി ഇതാ അലാഹു, അതിൻ്റെ മുകളിൽ കയറിയാലാണ് പറയാറ്. ഇത്തല എന്നൊക്കെ പറയുമല്ലോ പർവ്വതത്തിൽ കയറിയാൽ. സുമബി തഫ്സീരിൽ ആയത്ത്, ഈ ആയത്തിൻ്റെ തഫ്സീറിന് രണ്ട് വജ്. അല്ല ഒരു ഒന്നാമത്തത് അന്നന്നാറ തദ്ഖുലു ഫി അജ്ഫാനിഹിം ഹത്താ തസ്ലു ഇലാ സുദൂരിഹിം, അവരുടെ അകത്തിലൂടെ ആ തീ കടന്നിട്ട് അവരുടെ ഹൃദയങ്ങളിൽ എത്തും എന്നാണത്. ഉള്ളുകളിലൂടെ ഹൃദയങ്ങളിലെത്തും. അപ്പോൾ തത്തലി വല ആഫിദത്തി, അങ്ങനെ അതെന്ത് ചെയ്യും, ഹൃദയത്തിൻ്റെ മുകളിലെത്തും. വലാ ഷൈഅ ഫീ ബദനിൻ ഇൻസാനി അൽതഫു മിനൽ ഫുആദി, മനുഷ്യൻ്റെ ശരീരങ്ങളിൽ നിന്ന് ഏറ്റവും നേർമയായത് അവൻ്റെ ഹൃദയമാണ്. വലാ അശദ്ദു തഅല്ലുമ മിൻഹു ബി അദ്നാദൻ യുസ്മാസുഹു, എന്തെങ്കിലും ചെറിയ ഒരു ബുദ്ധിമുട്ട് അതിനെത്തിയാലും അതിൻ്റെ വേദന വലിയ ശക്തിയായിരിക്കും. അപ്പോൾ ചെറിയ വേദന എത്തിയാലും അതിന് ഭയങ്കര കടുപ്പമായിരിക്കും. അപ്പോൾ കൈഫ, അപ്പോൾ എങ്ങനെ ഇതാ തലാത്ത് നാറു ജഹന്നമ വസ്തൗലത്ത് അലൈഹി, അപ്പോൾ ആ നരകത്തിലെ തീ അതിൻ്റെ മേലെത്തുകയും അതിൻ്റെ മേലത് ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്താൽ അപ്പോൾ എന്ത് വേദനയായിരിക്കും എന്നാണ് ആ അർത്ഥം. സുമ്മൈനൽ ഫുആദ മാസ്തിലായിൻ നാരി അലൈഹി ലാ തഹ്തരിക്കു, പിന്നെ ആ ഹൃദയമുണ്ടല്ലോ, തീ അതിൻ്റെ മേൽ കയറലോടുകൂടി ലാ യഹ്തരിക്, അത് കരിഞ്ഞു പോകൂല. കാരണം ഇത് ലൗഹിത്തറക്കല മാത്ത, അത് കരിഞ്ഞു പോകുകയാണെങ്കിൽ അവൻ മരിച്ചു പോകൂലേ. അങ്ങനെ അവൻ ശേഷിച്ചുകൊണ്ടിരിക്കും, അവൻ മരിക്കൂല. വഹദാവുൽ മുറാദ് മിൻ ഖൗലിഹി ലാ യമൂത്തു ഫിഹാ വലാ യഹ്യ എന്ന് പറഞ്ഞില്ലേ, ഇതാണ് അള്ളാഹ് പറഞ്ഞല്ലോ സൂറത്തുൽ ആലയിൽ, ലാ യമൂത്തു ഫിഹാ വലാ യഹ്യ, അവൻ നരകത്തിൽ മരിക്കുകയോ വലാ യഹ്യ അവൻ ജീവിക്കുകയില്ല എന്ന്. മാനൽ ഇത്തിലായിൻ്റെ മാന ഹു അന്നന്നാറ തൻസിലു മിനൽ ലഹ്മിലൽ ഫുആദിന, അപ്പോൾ വെളിവാകുക എന്ന് പറഞ്ഞല്ലോ, കയറി ചെല്ലുക എന്ന് പറഞ്ഞാൽ കയറി ചെല്ലാൻ, അതായത് നാറ് ഇറച്ചിയിൽ നിന്ന് ഫുആദിൽ വരെ, അവൻ്റെ ഹൃദയത്തിൽ വരെ ഇറങ്ങുന്ന അർത്ഥത്തിലാണ്. ബസാനി രണ്ടാമത്തെ തന്നെ സബ തഖ്സീസിൽ അഫിദ ബിദാലിക, അഫിദത്തിനെ ഇതുകൊണ്ട് പ്രത്യേകമാക്കിയത് ഹുവന്ന മവാത്തിനുൽ കുഫ്രി, ഹൃദയങ്ങളെ പ്രത്യേകമാക്കിയല്ലോ, ഹൃദയങ്ങളുടെ മേൽ കയറി ചെല്ലുമെന്ന് പറഞ്ഞല്ലോ. അതെന്തിനു വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകമാക്കാൻ കാരണം അത് അന്ന മവാത്തിനുൽ കുഫ്രി വൽ അഖായിദിൽ ഖബീസ വൽ നിയാത്തിൽ ഫാസിദ, കാരണം ഹൃദയമാണ് അവിശ്വാസത്തിൻ്റെയും മോശം വിശ്വാസങ്ങളുടെയും മോശം നിയത്തുകൾ, അപകടകരമായ വിചാരങ്ങളുടെയൊക്കെ സ്ഥലം ഹൃദയമാണല്ലോ, അതുകൊണ്ടാണ്. വാലം നീ അറിയണം അന്നഹു റുവിയ അനി നബി തങ്ങളെ തൊട്ട് റിവായത്ത് ചെയ്യപ്പെട്ടു അന്നന്നാറ താക്കുലു അഹ്ലഹ, നരകം അതിൻ്റെ അഹ്ലുകാരെ ഭക്ഷിക്കും. ഹത്താ ഇദത്തലാത്ത് അല ആഫിദത്തി ഇൻതഹത്ത്, അങ്ങനെ അത് അവരുടെ ഹൃദയങ്ങളുടെ മേൽ അത് പ്രവേശിച്ചാൽ ഇൻതഹത്ത് അത് അറ്റമാകും. സുമ്മൈനല്ലാഹ തആല യുഈദുൽ ലഹ്മു, പിന്നെ അവർക്ക് എന്ത് ചെയ്യും, അവരുടെ ലഹ്മുകളെ മടക്കി കൊടുക്കും. വാൽമഹും മറത്തൻ ഉഹ്റ, മറ്റൊരു പ്രാവശ്യം കൂടി അള്ളാഹ് എന്ത് ചെയ്യും, അവരുടെ എല്ലുകളും അവരുടെ മാംസങ്ങളെയൊക്കെ മടക്കി ഇട്ട് കൊടുക്കും. അതുകൊണ്ട് വീണ്ടും അങ്ങനെ തുടങ്ങി എന്ത് ചെയ്യും, വീണ്ടും ഹൃദയത്തിൻ്റെ മേൽ വരും, അങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും അല്ലേ. അമ്മാ കൗലു തലബല്ലാൻ്റെ കൗൽ ഇന്നഹാലൈ മൂസദ, അത് അവരുടെ മേൽ എന്താണ് മുഅസ്വദത്തുൻ എന്ന് പറഞ്ഞല്ലോ, അടച്ചു മൂടപ്പെട്ടതായിരിക്കും എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? ഫഖാലൽ ഹസൻ എന്നവർ പറഞ്ഞത് മുഅസ്സദത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ മുത്തുബഖത്തുൻ, അതവരുടെ മേൽ മൂടപ്പെടുന്നതാണ്, അടച്ചു മൂടപ്പെടുന്നതായിരിക്കും. മിൻ അസത്തുൽ ബാബ എന്ന് പറഞ്ഞാൽ ബാബ അടച്ചു എന്ന് പറയും. വാസത്തുഹു ലുഗത്താൻ, രണ്ട് ലുഗത്താണത്, മൂസദ മുത്തുബക്ക. വലം യഖുൽ മുത്തുബഖത്തുൻ എന്ന് പറയാതെ അന്നൽ മൂസത്ത ഹിയൽ അബ്വാബുൽ മുഗ്ലഖ, മൂടപ്പെട്ട വാതിലാണ്, അടക്കപ്പെട്ട വാതിൽ. വൽ ഇത്ബാഖ് യഫീദു മാനൽ ബാബി, അപ്പോൾ ബാബിൻ്റെ മാന ഇത്ബാഖിനുണ്ടാവില്ല. അപ്പോൾ വാതിലടക്കുക എന്നുള്ളതൊക്കെ മുഗലക്ക എന്ന അർത്ഥമുണ്ട് മൂസദക്ക്. മുത്തുബക്കത്ത് എന്ന് പറഞ്ഞ അർത്ഥം കിട്ടൂല. വാലം എന്ന് പറയുന്നത് അന്നൽ ആയത്ത തുഫീദുൽ മുബാലഗത്ത ഫിൽ അദാബി മിൻ വുജൂഹ്, ഈ ആയത്ത് ശിക്ഷയിൽ ഭയങ്കര ശിക്ഷയുണ്ടെന്ന് ഫലം വരുത്തുന്നുണ്ട്. അത് പല വജുഹുകളിലൂടെ. അഹദ് ഒന്നാമത്തെ എന്താണത്, അന്ന ഖൗലു ല യുംബദന്ന എന്ന് പറഞ്ഞല്ലോ, അത് യഖ്തദി, അത് തേടുന്നുണ്ട് അന്നഹു മൗദിഉൻ ലഹു ഖാഉറൻ അമീഖുൻ ജിദ്ദൻ കൽ ബിഇരി, അന്നഹു മൗദിഉൻ സ്ഥലമാണ്, ലഹു അതിന് ഖാറുണ്ട്, ആഴം, വലിയ ആഴമുണ്ട്, ജിദ്ദ അങ്ങേയറ്റം, കൽ ബിഇരി കിണർ പോലെ,
അപ്പോൾ എറിയപ്പെടൂ എന്നുള്ള അർത്ഥത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക വളരെ ആഴമുണ്ടെന്ന്. വസാനിയ രണ്ടാമത്തെ അന്നഹു ലൗഷാ യജാലു ദാലിക്കൽ മൗലിയ ബിഹൈസു ലാ യകുൻ ലഹു ബാബൻ. ലൗഷാൻ ഉദ്ദേശിച്ചാൽ അന്നഹു ലൗഷാ യജാലു ദാലിക്കൽ മൗലിയ യജാലു ആ മൗലീനെ അവനാക്കും ബിഹൈസു സ്ഥിതി കൊണ്ട് ലാ യകുൻ ലഹു ബാബൻ അതിന് വാതിലുണ്ടാകൂല. ലാക്കിന്നഹു ബിൽ ബാബി യുദക്കിറുഹുമുൽ ഖുറൂജ ഫയസീദു ഫി ഹസ്രത്തിഹിം യുദക്കിറുഹുമുൽ ഖുറൂജ ഫയസീദു ഫി ഹസ്രത്തിഹിം ലാ യകൂൻ ലഹു ബാബൻ ലാക്കിന്നഹു ബിൽ ബാബി യുദക്കിറുഹുമുൽ ഖുറൂജ. എങ്കിലും ബാബുണ്ട്, ലാ യകൂൻ ലഹു ബാബുണ്ടാകൂലാത്ത സ്ഥിതിയിലുള്ള ഒരു സ്ഥലത്തായിരിക്കും ലാക്കിന്നഹു ബിൽ ബാബി യുദക്കിറുഹുമുൽ ഖുറൂജ. എങ്കിലും ബാബിലുണ്ടാകും അവന് ഖുറൂജിനെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഫയസീദു ഫി ഹസ്രത്തി അപ്പോൾ അവൻ്റെ ആ ഖേദം വർദ്ധിക്കും. സാലിസ് മൂന്നാമത്തെ അന്നഹു കാല അള്ള പറഞ്ഞു അലൈഹിം മുഅസ്സദ എന്ന് പറഞ്ഞല്ലോ, വലം യഖുൽ മുഅസ്സദ എന്ന് പറഞ്ഞില്ല. മുഅസ്സദത്തൻ അലൈഹി എന്ന് പറയാതെ അലൈഹിം മുഅസ്സദ ലിഅന്ന അങ്ങനെ പറയാൻ കാരണം ലിഅന്ന ഖൗലു അലൈഹിം മുഅസ്സദ എന്ന ഖൗല് യുഫീദു ഫലം വരുത്തും അന്നൽ മഖ്സൂദ് അവ്വലൻ ആദ്യം ഉദ്ദേശിക്കപ്പെട്ടത് കൗനുഹും ബിഹാദിൽ ഹാല അവർ ഈ അവസ്ഥയിലാകലാണ്. അപ്പോൾ ഖൗലു മുഅസ്സദത്തൻ അലൈഹി എന്ന് പറഞ്ഞാലോ ലാ യുഫീദു ഹാദൽ മാന ബിൽ ഖസ്ദിൽ അവൽ ഒന്നാമത്തെ ഖസ്ദ് കൊണ്ടുള്ള ഈ മാന ഫലം ചെയ്യിപ്പിക്കൂല. അപ്പോൾ അർത്ഥം വ്യത്യാസം വരും. ഇനി ഫി അമാദിം മുമദ്ദദ എന്ന് പറഞ്ഞല്ലോ, ഫി അമാദിം മുമദ്ദദ നീട്ടി ഉണ്ടാക്കപ്പെട്ട തൂണുകളിലായിക്കൊണ്ടെന്ന് പറഞ്ഞു. ചില തൂണുകളിലായിട്ട് മുമദ്ദദത്തിൽ നീട്ടി ഉണ്ടാക്കപ്പെട്ട അത് വമ്പിച്ച. അപ്പോൾ അമ്മ കൗലു തആല അള്ളാഹിൻ്റെ കൗല് ഫി അമദി മുമദ്ദദ ഫഫി മസാല അതിൽ ചില മസലയുണ്ട്. അൽ മസ്അലത്തുൽ ഊല ഒന്നാമത്തെ മസല ഖുരിഅ ഫി ഉമുദിൻ എന്ന് ഓതിയിട്ടുണ്ട്. ബിൽ ഉമ്മത്തൈനി ആട്ടാ ഉമുദിൻ എന്ന് ഓതിയിട്ടുണ്ട്. വ ഉംദിൻ ബി സുക്കൂൻ മീമിന് സുക്കൂനായിട്ട് ഉംദ് എന്ന് ഓതിയിട്ടുണ്ട്. വ അമദ് എന്ന് ഓതിയിട്ടുണ്ട്. ഫതഹത്തൈനി രണ്ടും ഫത്ത് കൊണ്ട് അമദ് എന്ന് ഓതിയിട്ടുണ്ട്. ഖാലൽ ഫറാദ് പറഞ്ഞത് ഉമുദൻ വ ഉംദൻ വ അമദൻ മിസ്ലു അദീമി വ ഉദുമി വ അദമി വലിഹാബ് ഉഹബി അഹബൊക്കെ പോലെയാണ്. അഖീമ് ഉഖമ് അഖമ് പോലെ. ഖാലൽ മുബറദ് പറഞ്ഞു അബുൽ അലി പറഞ്ഞു ഉംദു എന്ന് വെച്ചാൽ ജമ്മു അമൂദിൻ്റെ ജമ്മാണ് തൂണുകളുടെ അലാ ഗൈരി വാഹിദിൻ അമൂദ് മനക്കാണ് ഉംദ്. അമ്മൽ ജമ്മു അലാ വാഹിദിൻ ഫഹുൽ ഉമുദു ആണ്. അമൂദിൻ്റെ ജമ്മാണ് ഉംദ്. ഉമുദ് എന്ന് പറയും. മിസ്ലു സബൂറ് സുബുർ പോലെ റസൂല് റുസുല് പോലെ. അൽ മസലത്തു സാനി രണ്ടാമത്തെ മസല അൽ അമൂദ് കുല്ലു മുസ്തഖീലിൻ മിൻ ഖശബിൻ ഔ ഹദീദിൻ ഇരുമ്പിൻ്റെയോ അല്ലെങ്കിൽ എന്താണ് തടിക്കഷ്ണത്തിൽ നിന്നോ നീണ്ടതിനെ പറ്റിയ അമൂദ് എന്ന് പറയുക. തൂണ് അല്ലേ. വവ അസുലിൽ ബിനായ അത് തൂണാണ്. ബിനാകൾക്കുള്ള എന്താണ് അസുലാണല്ലോ, തൂണുകളായിരിക്കും. യുഖാലു അമൂദുൽ ബൈത്ത് എന്ന് പറയാറ് അല്ലില്ലദി യഖൂം ബിൽ ബൈത്ത് വീട് അതുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ആ തൂണിനെ പറ്റി പറയാറുണ്ട്. അൽ മസ്അലത്തു സാലിസ മൂന്നാമത്തെ മസല ഈ തഫ്സീരിൽ ആയത്തിലുണ്ട് വജ്ഹാൻ രണ്ട് വജ്ഹുണ്ടെന്ന് പറയാം. അല്ലപോലെ ഒന്നാമത്തെ എന്താ അന്ന അമദൻ ഉഗ്ലിഖത്ത് ബിഹാ തിൽക്കൽ അബ്വാബു കനഹ്വി മാ തുഗ്ലഖു ബിഹി ദുറൂബ് അത് അമദുകളാണ്. ഉഗ്ലിഖത്ത് ബിഹ അതുകൊണ്ട് ബന്ധിക്കപ്പെടും തൂണുകൾ. തിൽക്കൽ അബ്വാബ് ആ വാതിലുകളെ കനഹ്വി മാ തുഗ്ലഖു ബിഹി ദുറൂബ് ദുറൂബിനെ ബന്ധിക്കപ്പെടുന്നത് പോലെ. ഒഫി ബി മാന ബായിൻ്റെ മാനക്കാണ്ട് അയ്യ അന്നഹ അലൈഹിം മുഅസ്സദത്തം ബി അമദി മുദ്ദത്ത് അലൈഹ എന്ന അർത്ഥത്തിനാണ്. ഫി അമദി മുമദ്ദദ ബി അർത്ഥമാണ് നീട്ടപ്പെട്ട തൂണുകൊണ്ട് അവരെ ബന്ധിക്കപ്പെടും എന്നർത്ഥം. ഫലം യഖുൽ ബി അമദി എന്ന് പറഞ്ഞില്ല അലി അന്നാലി കസ്രത്തിഹ സാറത്ത് കാനൽ ബാബ ഫിഹ ബി അമദിൻ എന്ന് പറയാവുന്നത് ലന്നാലി കസ്രത്തിഹ സാറത്ത് അത് അധികരിച്ചതിന് വേണ്ടിയതായി കാനൽ ബാബ് അതിൽ ബാബുള്ളത് പോലെയായി അതിന് വേണ്ടിയിട്ട്. വൽ ഖൗലു സാനി രണ്ടാമത്തെ ഖൗല് അയ്യക്കൂനൽ മാന ഇന്നാ അലൈ മൂസദ എന്നതിൻ്റെ മാന എന്താണ് ആല ഖൗലി മുവസ്സിഖീന അവർ അതിൽ ബന്ധിപ്പിക്കപ്പെട്ടവരാകും.
അല്ലേ? ഫി അമദിൻ മിസ്ലൽ മഖാത്തീരില്ലത്തി തഖ്തുറു ഫിൽ ലുസൂസു അല്ലാഹുമ്മ അജിർനാ മിൻഹാ യാ അക്രമൽ അക്രമീൻ. എന്താണ്? കള്ളന്മാരെ ബന്ധിപ്പിക്കപ്പെടുന്നത് പോലെ എന്ന അർത്ഥത്തിനാണ്. അള്ളാഹു നമ്മളെ അതിൽ നിന്ന് കാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.